നീയും ഈ മനുഷ്യൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനോ എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീയും ഈ മനുഷ്യൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനോ. ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് ഓരോരുത്തരോട് ചോദിക്കുകയാണ്, നീയും ഈ മനുഷ്യൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എൻ്റെ ശിഷ്യനോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്, ഇവിടെയുള്ള അഭിഷിക്തൻ്റെ ശിഷ്യനാണോ എന്നല്ല ചോദിക്കുന്നത്, നീയും കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവൻ തന്നെയാണോ അല്ലയോ ഇന്ന് പകൽക്കാലം പൂർണ്ണമായി ഇതിനകത്ത് സ്തോത്രം തിരിച്ച് അറിഞ്ഞിട്ട് മാത്രമേ പുറത്തു പോകൂ. ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞിട്ട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങൾ പുറത്തു കൊണ്ടുപോകത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇന്ന് പകൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീയും ഈ മനുഷ്യൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനോ എന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് ചിന്തിക്കുമ്പോൾ യേശുവിൻ്റെ ശിഷ്യനായ പത്രോസ് പരീക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ പത്രോസ് വീണു പോകുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് നമുക്ക് വേദപുസ്തകത്തിനകത്ത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വേദഭാഗങ്ങളിൽ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. യേശു കർത്താവ് തൻ്റെ കൂടെ കൊണ്ടു നടന്ന ഏറ്റവും അനുയോജ്യനായ ഏറ്റവും വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു ശീമോൻ പത്രോസ്. ഹല്ലേലൂയ. എന്ന് നമുക്ക് എല്ലാവർക്കും വളരെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ശീമോൻ പത്രോസ് യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു ശീമോൻ പത്രോസ്. എന്നാൽ സ്തോത്രം യേശുവുമായി 3.5 വർഷത്തോളം താൻ യേശുവിനെ സ്നേഹിച്ചു, യേശുവിൻ്റെ കൂടെ നടന്നു, യേശുവിൻ്റെ ഒപ്പം നടന്നു, യേശുവിൻ്റെ എല്ലാ കാര്യാദികളിലും പങ്കെടുത്തു, യേശുവിൻ്റെ കൂടെ നടന്ന് ശുശ്രൂഷിച്ചു, അനേക രോഗികൾ സൗഖ്യമാക്കുവാൻ കൂടെ നിന്നു, അനേകങ്ങൾ യേശു സ്നേഹിച്ചപ്പോൾ ആ സ്നേഹത്തെ കണ്ടു യേശു ഇവരെ സ്നേഹിച്ചു, യേശു കൂടെ കൊണ്ടു നടന്നു, എല്ലാം വാങ്ങിക്കൊടുത്തു, തീറ്റിപ്പോറ്റി കൊണ്ടു നടന്നു. 3.5 വർഷക്കാലം യേശു തൻ്റെ ശിഷ്യനായ ഈ പത്രോസിനെ നല്ലതുപോലെ കൊണ്ടു നടക്കുവാനിടയായി തീർന്നു. എന്നാൽ ചില ദിവസങ്ങൾ മുന്നോട്ട് കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ ഈ ലോകത്തിലെ ശുശ്രൂഷ 3.5 വർഷക്കാലത്തെ ശുശ്രൂഷ താൻ തികച്ചു. ചില ദിവസങ്ങൾ ഹല്ലേലൂയ യേശുവിന് ഒരു കാര്യം മനസ്സിലായി, എൻ്റെ സമയമടുത്തു. ഹല്ലേലൂയ. എൻ്റെ സമയമടുത്തു. അതുകൊണ്ട് ഇവർക്കൊന്നും ഒരു അപകടവും പറ്റാതെ തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ യേശു തൻ്റെ ക്രൂശീകരണ സമയത്ത് തൻ്റെ ശിഷ്യന്മാരെയൊക്കെ മാറ്റി നിർത്തി, അവരൊക്കെ ഭദ്രമാക്കി നിർത്തിയിട്ട് യേശു യേശുവിനെ റോമൻ പടയാളികൾ അവനെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ന്റെ 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു, ശീമോൻ പത്രോസ് മറ്റൊരു ശിഷ്യന് യേശുവിൻ്റെ പിന്നാലെ ചെന്നു. ഹല്ലേലൂയ. നോക്കണമേ, യേശുവിനെ ക്രൂശിക്കുവാൻ, യേശുവിനെ ക്രൂശിലേക്ക് ക്രൂശീകരണ മരണത്തിന് വേണ്ടി യേശുവിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ യേശു കർത്താവിൻ്റെ പുറകെ നടന്നു പോകുന്ന 2 ശിഷ്യന്മാരെ കുറിച്ച് വചനം പറയുന്നുണ്ട്. ഒന്ന് ശീമോൻ പത്രോസും, മറ്റൊന്ന് പേര് പറഞ്ഞിട്ടില്ല, കൂടെ ഉണ്ടായിരുന്ന ശിഷ്യനാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ പേര് പറഞ്ഞേനെ. ഹല്ലേലൂയ. കൂടെ നടന്ന മറ്റൊരു ശിഷ്യനുമാ യേശുവിൻ്റെ ശിഷ്യനായ ശീമോൻ പത്രോസും കൂടെ യേശുവിൻ്റെ പിന്നാലെ ചെല്ലുകയാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ പുറകെ പോകുന്നു, പുറകെ നടക്കുക, യേശുവിൻ്റെ പുറകെ നടക്കുകയാ. സ്തോത്രം. യേശുവിനെ പിടിക്കാൻ വടന്നു വന്ന സ്തോത്രം. ഹല്ലേലൂയ. ഈ പടയാളികളുടെ കൂടെ ഉണ്ടായിരുന്ന പരീക്ഷന്മാരുടെ ഒരു ചേവകൻ്റെ കാതിനെ പത്രോസ് അറുക്കുവാനിടയായി തീർന്നു. സ്നേഹമില്ലാഞ്ഞിട്ടല്ല കേട്ടോ, നല്ല സ്നേഹനിധിയായിരുന്നു പത്രോസ്. തൻ്റെ പ്രാണപ്രിയനെ ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ ഒറ്റുകൊടുക്കുവാൻ, ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ തള്ളിപ്പറയുവാൻ കഴിയുന്നവനായിരുന്നില്ല ശീമോൻ പത്രോസ്. എന്നാൽ ചില സാഹചര്യങ്ങളുടെ നടുവിൽ പിന്നത്തേതെടുത്ത് തനിക്ക് ചെയ്യേണ്ടി വന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ശീമോൻ പത്രോസ് യേശുവിൻ്റെ പുറകെ
പിന്നാലെ നടന്നു ചെല്ലുകയാണ്. ഹല്ലേലൂയ. അമ്മൻ മുന്നാലെ അല്ല പോകുന്നത്. ഇതുവരെ ശീമോൻ പത്രോസ് അമ്മൻ യേശുവിൻ്റെ കൂടെ നടന്നു. എന്നാൽ യേശു പിടിക്കപ്പെട്ടപ്പോൾ അമ്മൻ ഇപ്പോൾ എവിടെയാണ് നടക്കുന്നത്? പിന്നാലെ നടക്കുകയാണ്. ഹല്ലേലൂയ. അല്പമൊന്ന് പുറകിലോട്ടായി. ഹല്ലേലൂയ. അമ്മ ചെറിയൊരു പ്രതികൂലം വന്നപ്പോൾ കുറച്ചൊന്ന് പുറകിലായി പോയി ശീമോൻ പത്രോസ്. ഹല്ലേലൂയ. അമ്മ കുറച്ചൊരു പ്രതികൂലം വന്നപ്പോൾ തൻ്റെ താൻ സ്നേഹിച്ച തൻ്റെ യേശു കർത്താവിന് കുറച്ച് പ്രതികൂലം വന്നപ്പോൾ താൻ ഒന്ന് പിറകിലേക്ക് തൻ്റെ നടത്തത്തെ മാറ്റുവാനിടയെ തുറന്നു. നോക്കണമേ, ഇന്നലകളിൽ കൂടെ നടന്ന പത്രോസ് ഇന്നലകളിൽ കൂടെ നടന്ന 12 ശിഷ്യന്മാർ 12 പേരും ഇപ്പോൾ യേശുവിൻ്റെ കൂടെ ഇല്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഇപ്പോൾ യേശുവിൻ്റെ കൂടെ 12 ശിഷ്യന്മാരില്ല. ആകപ്പാട് ഒരു ശിഷ്യനേ ഉള്ളൂ. അത് ശീമോൻ പത്രോസ. അവന് കൂടെയല്ല നടക്കുന്നേ, അവൻ പുറകെ നടക്കുകയാ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, കൂടെ നടന്നു തുടങ്ങിയ ജീവിതത്തിൽ തുടക്കം മുതൽ അവസാനം വരെ കൂടെ നടക്കാൻ കഴിവുള്ളവരായിരിക്കണം യേശുവിൻ്റെ ശിഷ്യന്മാരെന്ന് പറയുന്നത്. പകുതി വഴിക്ക് വെച്ച് നിങ്ങളുടെ ഓട്ടം മാറിപ്പോകരുത്. പകുതി വഴിക്ക് വെച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ രീതികൾ മാറരുത്. പകുതി വഴിക്ക് വെച്ച് മറ്റെങ്ങോട്ടെങ്കിലും ഓടി നിങ്ങളുടെ ലൈഫിനെ നഷ്ടമാക്കി കളയരുത്. ഇന്ന് പകൽ കൂടെ നടന്നോ, അന്ത്യത്തോളം കൂടെ നടക്കുന്നവരാകട്ടെ യേശുവിൻ്റെ ശിഷ്യന്മാർ. അല്ലാതെ പ്രതികൂലം കടന്നു വരുമ്പോൾ യേശുവിനെ വിട്ടിട്ട് അകലുവാനല്ല, പ്രതികൂലം കടന്നു വരുമ്പോൾ യേശുവിനെ വിട്ടിട്ട് മാറിക്കളയുവാനല്ല, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ യേശുവിനെ വിട്ടിട്ട് ഓടിക്കളയേണ്ടവനല്ലോ യേശുവിന്റെ ശിഷ്യൻ. അമ്മ പ്രാണൻ പോയാലും കൂടെ നടക്കുന്നവനാകട്ടെ യേശുവിന്റെ ശിഷ്യൻ. ഇന്ന് പകൽക്കാലം പരിശുദ്ധിയാത്മാവ് ഇടപെടുകയാണ്. പലപ്പോഴും കൂടെ നടന്നോ, പക്ഷെ ഏതൊക്കെയോ ചില സാഹചര്യങ്ങൾ കടന്നു വന്നപ്പോൾ പലതും ഭിന്നിപ്പോയി. ഹല്ലേലൂയ. പലതും ചിന്നിച്ചിതറിപ്പോയി. ഞാൻ പറയട്ടെ, മുന്നാലെ നടക്കുന്ന യേശുവിനെ പലതും ഹല്ലേലൂയ എൻ്റെ ഹൃദയത്തിൻ്റെ വേദന തമ്പുരാൻ അറിയാം. ഹല്ലേലൂയ. മുമ്പിൽ നടക്കുന്ന ഗുരുവിനെ അറിയത്തുള്ളൂ തനിക്ക് എന്തൊക്കെയാണ് നേരിടേണ്ടി വരികയെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മൾ കൂടെ നടക്കുകയല്ലേ, നാളുകളായില്ലേ കൂടെ നടക്കുന്നു, വർഷങ്ങളായില്ലേ കൂടെ നടക്കുന്നു. മുന്നേ നടക്കുന്നവന്റെ പ്രതിസന്ധി, മുന്നിൽ നടക്കുന്നവന്റെ വേദന നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. മുന്നിൽ നടക്കുന്നവൻ മരണവേദനയുമായിട്ടാണ് നടക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ തമ്പുരാൻ, എൻ്റെ പ്രാണപ്രിയൻ നടക്കുന്നത് മരണവേദനയുമായിട്ടാ. ഇത് തൻ്റെ കൂടെ നടക്കുന്ന 12 ശിഷ്യന്മാർക്ക് അറിയത്തില്ല. പത്രോസിന് അറിയത്തില്ല. താൻ ഏറ്റവും സ്നേഹിച്ച യോഹന്നാൻ അറിയത്തില്ല. കൂടെ നടക്കുന്നവന്മാർക്ക് ഒരുത്തനും അറിയത്തില്ല. ഇന്ന് പകൽക്കാലം മുന്നിൽ നടക്കുന്നവന്റെ മരണവേദന എൻ്റെ യേശുവിന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ഇന്ന് പകൽ ഞാൻ പറയട്ടെ, പലപ്പോഴും ഇത് മറന്നു കളഞ്ഞിട്ട് യേശുവിൻ്റെ പിന്നാലെയായി. ഹല്ലേലൂയ. ഇപ്പോൾ യേശുവിൻ്റെ പുറകെ നടക്കുകയാ. യേശുവിൻ്റെ കൺവെട്ടത്ത് വരുന്നില്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ കൺവെട്ടത്ത് വരുന്നില്ല. യേശു മുമ്പിൽ പടയാളികളെ കൂടെ നടക്കുക. യേശുവിനെ ഇപ്പോൾ എല്ലാവരും ചേർന്ന് തള്ളിക്കൊണ്ട് പോവുകയാണ്. പടയാളികൾ ചേർന്ന് തള്ളിക്കൊണ്ട് പോവുകയാണ്. നോക്കണമേ, ഇന്നലകളിൽ കൂടെ നിനക്ക് ചങ്ക് പറിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞവൻ. ഹല്ലേലൂയ. ചങ്ക് പറിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞവൻ, കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞവൻ, ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല എന്ന് പറഞ്ഞവന്മാർ പോലും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ പുറകെ ഇല്ല. ഹല്ലേലൂയ. എന്താ കാരണമെന്നറിയാമോ? ഞാൻ പറയാം. ഹല്ലേലൂയ. നോക്കുന്നത് കർത്താവിനെയാണെങ്കിൽ നീ അവൻ്റെ പുറകെ കാണും. ഹല്ലേലൂയ. നീ കർത്താവിൻ്റെ പുറകെ കാണും. ഇന്ന് പകൽക്കാലം നോക്കുന്നത് ഈ പാസ്റ്ററുടെ മുഖത്താകണ്ട, നോക്കുന്നത് നീ ലോകത്തിൻ്റെ മുഖത്താകണ്ട, നോക്കുന്നത് നീ ഒരു പുരോഹിതൻ്റെ മുഖത്താകണ്ട, നോക്കുന്നത് നീ യേശുവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്ക്. ജീവിതത്തിൽ ഒരു നാൾ നീ പരാജയപ്പെട്ടു പോവുകയില്ല. യേശു തന്നെ അതിനൊരു സാക്ഷ്യമാ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, യേശു തന്നെ അതിൻ്റെ ഒരു സാക്ഷ്യമാ. പുറകെ നടക്കുന്നത് എൻ്റെ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കിയായ നീ പരാജയപ്പെടുകയില്ല. എന്നാൽ വഴിക്ക് വെച്ച് നിന്റെ യാത്ര തെറ്റിപ്പോകരുത്. ഹല്ലേലൂയ. നോക്കണമേ, ഇവിടെ യേശു മുന്നേ പോകുന്നു, പത്രോസും കൂടെ മറ്റൊരു ശിഷ്യനും പുറകെ കടന്നു പോകുക. ഈ 2 ശിഷ്യന്മാർ പുറകെ നടന്നു പോകുന്നു. ഈ കൂടെ നടക്കുന്ന ശിഷ്യന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്താണെന്നറിയാമോ? ഇവന് മഹാപുരോഹിതനുമായിട്ട് ഇവന് ബന്ധമുണ്ട്. പിന്നെ ആരുമായിട്ടുമുണ്ട്?
യേശുവുമായിട്ടും ബന്ധമുണ്ട്. ഹല്ലേലൂയ. ഇവന് മഹാപുരോഹിതനുമായിട്ടും ബന്ധമുണ്ട്, ഇവന് യേശുവുമായിട്ട് ബന്ധമുണ്ട്. സ്തോത്രം. ഇങ്ങനെയുള്ള ശിഷ്യന്മാരെ നമ്മളൊന്ന് നോക്കണം. ഹല്ലേലൂയ. അമ്മ ശിഷ്യന്മാർ ഏതാണെന്ന് നോക്കിയിട്ട് വേണം ശിഷ്യൻ്റെ പുറകെ നടക്കാൻ. ഹല്ലേലൂയ. അമ്മ ശിഷ്യൻ്റെ പുറകെ നടക്കുന്നത് കൊള്ളാം. അമ്മ ഇല്ലെങ്കിൽ നീ അവസാനം അവൻ്റെ പുറകെ പോയാൽ വേണ്ടാത്ത ഇടത്ത് ചെന്ന് കയറപ്പെടും. അമ്മൻ വേണ്ടാത്ത ഇടത്ത് ചെന്ന് കയറിയാൽ നീ യേശുവിനെ തള്ളിപ്പറയേണ്ട അവസ്ഥ വരും. ഹല്ലേലൂയ. അമ്മൻ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഇവിടെ വചനം നമുക്ക് ഞാൻ വചനത്തിൽ നിന്നേ പറയത്തുള്ളൂ. ഹല്ലേലൂയ. വചനമില്ലാതെ ഒന്നും ഞാൻ പറയത്തില്ല, പിന്നെ ഞാൻ മുഖം നോക്കാതെ പറയുകയും ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയേണ്ടത് വ്യക്തമായി അമ്മൻ വിളിച്ചു പറയുക തന്നെ ചെയ്യും ഞാൻ. ഹല്ലേലൂയ. അമ്മൻ വേറൊന്നും അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ഗസ്റ്റാണ്, ഇപ്പോൾ ഞാൻ ഗസ്റ്റാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് നല്ലതുപോലെ പറയാം. അമ്മൻ പറയാനുള്ള സ്വാതന്ത്ര്യം കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അമ്മൻ നിങ്ങളുടെ അഭിഷേകത്തിന് ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് അമ്മൻ മുടി വെച്ച് പറയേണ്ടി വന്നേക്കാം, കാരണം നിങ്ങൾ സ്നേഹിക്കുന്നവരാണല്ലോ. ഹല്ലേലൂയ. പക്ഷേ ഞാൻ കർത്താവിൻ്റെ വചനം പറഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം. ഞാൻ പറഞ്ഞു പോകുന്നത് അമ്മൻ ഇവിടെ വചനം പറയുന്നു, ശിമോൻ പത്രോസും മറ്റൊരു ശിഷ്യനും യേശുവിൻ്റെ പിന്നാലെ ചെന്നു. ആ ശിഷ്യൻ മഹാപുരോഹിതന് പരിചയമുള്ളവൻ ആകയാൽ യേശുവിനോട് കൂടെ മഹാപുരോഹിതൻ്റെ നടുമുറ്റത്ത് കടന്നു. ഹല്ലേലൂയ. അമ്മൻ യേശുവിനോട് കൂടെ മഹാപുരോഹിതൻ്റെ നടുമുറ്റത്ത് കടന്നു. കാരണം എന്താണെന്നറിയാമോ? ഇവന് മഹാപുരോഹിതനുമായി ചെറിയൊരു കണക്ഷനുണ്ട്. ഹല്ലേലൂയ. ഇവന് മഹാപുരോഹിതനുമായി കണക്ഷനുണ്ട്, പിന്നെ ആരുമായുമുണ്ട്? യേശുമായി കണക്ഷനുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മുടെ കണക്ഷൻ നേരെയാകണം. ഹല്ലേലൂയ. നമ്മുടെ കണക്ഷൻ നേരെയാകണം. ഇതിൻ്റെ അകത്ത് അമ്മൻ അപ്പുറവും ഇപ്പുറവും ഒന്ന് കണക്ഷൻ വയ്ക്കരുത്. അമ്മൻ കണക്ഷൻ വച്ചാൽ അത് ദോഷമാ. ഹല്ലേലൂയ. അമ്മൻ കണക്ഷൻ വച്ചാൽ ദോഷമാ. നോക്കണമേ, വചനം പറയുന്നു, മറ്റേ ശിഷ്യൻ മഹാപുരോഹിതൻ്റെ പരിചയമുള്ളവനാകയാൽ അവൻ യേശു കടന്നപ്പോൾ യേശുവിനെ അതിനകത്തേക്ക് കയറ്റിയപ്പോൾ ഇവന് കൂടെ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നുപോയി. ഹല്ലേലൂയ. അവൻ യേശുവിൻ്റെ അടുക്കിലേക്കല്ല, ആ കോട്ടയുടെ അകത്തേക്ക് അവൻ കടന്നു. പക്ഷേ ഈ പത്രോസിന് അതിനകത്തോട്ട് കടക്കുവാൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് അറിയാമോ? പത്രോസിന് അകത്ത് കടക്കാൻ കഴിയും, കാരണം പത്രോസിന് അവനുമായിട്ട് ബന്ധമില്ല. ഹല്ലേലൂയ. പത്രോസിൻ്റെ നേരെ പോയ. ഹല്ലേലൂയ. പത്രോസിന് നേരിട്ട ത്രൂ കണക്ഷനാണ്. പത്രോസിന് വേറെ കണക്ഷനൊന്നുമില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ ആയിരിക്കുന്നത് യഥാർത്ഥ ശിഷ്യൻ നേരെ കണക്ഷൻ ഉള്ളവരായിരിക്കണം. ഹല്ലേലൂയ. അല്ലാതെ കൂടെയുള്ള ശിഷ്യൻ്റെ പുറകെ നടക്കാൻ നമ്മൾ നോക്കരുത്. ഹല്ലേലൂയ. അത് നിങ്ങൾ നോക്കിയാൽ ഞാൻ വചനം താഴ്ത്തു വരാം. ഹല്ലേലൂയ. പത്രോസ് വാതിൽക്കൽ പുറത്ത് നിൽക്കുമ്പോൾ മഹാപുരോഹിതന് പരിചയമുള്ള മറ്റേ ശിഷ്യൻ പുറത്തു വന്ന് വാതിൽ കാവൽക്കാരത്തിയോട് പറഞ്ഞ് പത്രോസിനെ എന്ത് ചെയ്തു? അകത്തേക്കൊന്ന് കയറ്റി. ഹല്ലേലൂയ. പത്രോസിനെ ഇപ്പോൾ എവിടെ കയറ്റി? മഹാപുരോഹിതൻ്റെ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് കയറ്റി. ആര് കയറ്റി? കൂടെ നടന്ന ശിഷ്യൻ കയറ്റി. ഹല്ലേലൂയ. പേര് പറയാത്ത യേശുവിൻ്റെ ശിഷ്യൻ എന്ന പേര്, യേശുവിൻ്റെ ശിഷ്യനെന്ന് അഭിമാനിക്കുന്ന മറ്റേ ശിഷ്യൻ, യേശുവിൻ്റെ കൂടെ നടന്ന യേശുവിൻ്റെ സ്വന്തം ശിഷ്യനായ ഈ പത്രോസിനെ നോക്കണമേ പറഞ്ഞ് എന്തു ചെയ്തു? മഹാപുരോഹിതൻ്റെ കൊട്ടാരത്തിനകത്തേക്ക് കയറ്റുവാനിടയായി തീർന്നു. നോക്കണമേ, പത്രോസ് പുറത്ത് നിൽക്കുകയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ഒരു സംശയം. ഹല്ലേലൂയ. പത്രോസ് പുറത്ത് നിന്നിരുന്നെങ്കിൽ ഈ യേശുവിനെ തള്ളി പറയത്തില്ലായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, നേരിട്ടുള്ള കണക്ഷനാണ് നിങ്ങളെങ്കിൽ ഞാൻ പറയാം, ചിലപ്പോൾ നീ പുറത്ത് നിൽക്കുമായിരിക്കാം, ചിലപ്പോൾ നിനക്ക് പുറത്ത് നിൽക്കേണ്ട സാഹചര്യമായിരിക്കാം ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഞാൻ പറയാം, നീ അവിടെ തന്നെ നിന്നാൽ നീ യേശുവിനെ തള്ളിപ്പറയേണ്ട സാഹചര്യം ഉണ്ടാകത്തില്ല. നീ പുറത്താണോ നിന്നെ നിർത്തിയത്? നിന്നെ അകത്തേക്ക് കയറ്റുന്നില്ലേ? നിനക്ക് സ്റ്റേജ് തരുന്നില്ലേ? നിന്നെ പാടാൻ കയറ്റുന്നില്ലേ? നിന്നെ പ്രാർത്ഥിക്കാൻ കയറ്റുന്നില്ലേ? നിന്നെ സ്തോത്രം മറ്റൊന്നിനും കയറ്റുന്നില്ലേ? പക്ഷെ ഇന്ന് പകൽക്കാലം നോക്കുന്നത് യേശുവിന്റെ മുഖത്തേക്കാണെങ്കിൽ നീ പരാജയപ്പെട്ടു പോകുക ദൈവം അനുവദിക്കുകയില്ല.
കൂടെ നടക്കുന്ന ശിഷ്യൻ, ഹല്ലേലൂയ, അമ്മൻ അവൻ കൂടെ നടക്കുന്ന ശിഷ്യൻ, അവൻ ഇതെല്ലാം പരിപാടികളുണ്ട്, ഹല്ലേലൂയ. അവൻ അവിടെയും കയറും, അവൻ ഇവിടെയും കയറും. ഇവൻ കൂടെ നടന്ന പത്രോസിനെ കൂടെ വിളിച്ചുകൊണ്ട് ഇതാ അങ്ങ് പോയി, ഹല്ലേലൂയ. നോക്കണമേ, യേശുവിനെ തള്ളിപ്പറയേണ്ട സാഹചര്യം അവൻ അതിൻ്റെ അകത്ത് ഉടലെടുക്കേണ്ടി വന്നു, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു യേശുവിന് പരിചയമുള്ള യേശുവിനെയും മഹാപുരോഹിതനെ പരിചയമുള്ള ശിഷ്യൻ കടന്നു വന്ന് പത്രോസിനോട് ചോദിച്ചു, പത്രോസേ, നിനക്കകത്ത് കയറണോ? ഹല്ലേലൂയ. പലപ്പോഴും ചോദ്യങ്ങൾ അങ്ങോട്ട് വരും, ഹല്ലേലൂയ, നിനക്ക് അങ്ങോട്ട് കയറണം. ആദ്യ നൂറ്റാണ്ടിൽ ഈ ആദത്തിൻ്റെ ഹവ്വയുടെ അടുക്കിലേക്ക് പിശാച് കടന്നു വന്ന് ചോദിച്ചതുപോലെ, പിശാച് എന്തോ വന്ന് ചോദിച്ചേ, പിശാച് വന്ന് ചോദിച്ച ഒരു കാര്യമുണ്ട്, നിനക്ക് ദൈവത്തെ പോലെ ആകണോ? ഹല്ലേലൂയ. നിനക്ക് ദൈവത്തെ പോലെ ആകണോ? എങ്കിൽ നീ ഇവിടെ ഇരുന്നാൽ പറ്റത്തില്ല, നീ ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല. നീ ഞാൻ പറയുന്നത് പോലെ ഒന്ന് കേൾക്കണം, ഹല്ലേലൂയ. നീ എന്നാ ചെയ്യണം? നീ ഞാൻ പറയുന്നത് പോലെ ഒന്ന് കേള്. നീ കഴിക്കരുതെന്ന് പറഞ്ഞില്ലേ, അതിനെ നീ ഒന്ന് നീ ചെയ്യരുതെന്ന് പറഞ്ഞില്ലേ, നിന്നോട് ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞില്ലേ, അതിനെ നീ ചെയ്. നീ അതുപോലെയാകും, ഹല്ലേലൂയ. ഏതുപോലെയാകും? ദൈവത്തെ പോലെയാകും. ഇന്ന് പകൽക്കാലം ദൈവത്തെ പോലെയാകുക. ആദമും ഹവ്വയും യേശു കൊടുത്ത കൽപ്പനകൾ നിരസിച്ചു. അവൻ എന്ത് ചെയ്തു? അവൻ കഴിച്ചു. അവൻ സ്വരം പാപിയായി തീർന്നു. അന്ന് ചെയ്ത പാപം കാരണം, ഹല്ലേലൂയ. അതുപോലെ പിന്നത്തേത് മനുഷ്യൻ മുഴുവൻ പാപികളായി മാറി. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, യേശുവിൻ്റെ കൂടെ നടന്ന ഈ പത്രോസിന്റെ അടുക്കലേക്ക് മറ്റേ ശിഷ്യൻ കടന്നു വന്നിട്ട് ചോദിക്കുകയോ, എടാ പത്രോസേ, നിനക്കകത്ത് കിടക്കണോ? ഹല്ലേലൂയ. നിനക്ക് അകത്ത് കിടക്കണോ? പത്രോസ് പറഞ്ഞ കയറിയ കൊള്ളാമെന്നുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, കയറിയ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. പക്ഷെ നിന്നെ കയറ്റേണ്ടത്, കയറ്റേണ്ട സമയത്ത് തമ്പുരാൻ അറിയാം. തമ്പുരാൻ അത് മാറ്റി വച്ചിരിക്കുകയാ. എന്നത്തേക്ക് വേണ്ടിയാണെന്ന് അറിയത്തില്ല. പക്ഷേ തമ്പുരാൻ ഒരു സമയമുണ്ട്. ആ സമയത്ത് നിന്നെ കയറ്റും തമ്പുരാൻ. ആര് തടഞ്ഞാലും ആര് മാറ്റി നിർത്തിയാലും തമ്പുരാന്റെ സമയത്ത് നീ കയറും. കാരണം ദൈവരാജ്യത്തിന്റെ താക്കോൽ കൊടുത്തത് ഈ പത്രോസിന്റെ കയ്യിലാ. എന്തേ നേരത്തെ കൊടുക്കാത്തെ? നേരത്തെ കൊടുക്കാൻ സമയമായിട്ടില്ല. സമയമാകുമ്പോ താക്കോൽ കൊടുക്കേണ്ടവന്റെ കയ്യിൽ കൊടുക്കും. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ കൈമാറുകയാ. കൊടുക്കേണ്ട സമയം തമ്പുരാന് നല്ലതുപോലെ അറിയാം. അല്ല മുമ്പേ കൊടുത്ത ചിലപ്പോൾ ശരിയാകത്തില്ലെന്ന് തമ്പുരാൻ അറിയില്ലെങ്കിൽ മറ്റവൻ്റെ കാതറുത്തതുപോലെയൊക്കെ ചിലത് അറുത്തിടും. ഹല്ലേലൂയ. ഇവൻ എടുത്തു ചാട്ടക്കാരനാ, ഇവൻ ഇത്തിരി എടുത്തു ചാട്ടക്കാരനാ. ഇവൻ്റെ എടുത്തു ചാട്ടമെല്ലാം നിർക്കണം. ഇത് ആർക്കറിയാം? തമ്പുരാന് നല്ലതുപോലെ അറിയാം. തമ്പുരാൻ അറിയാം ഒരുത്തനെ എപ്പോ എഴുന്നേൽപ്പിക്കണമെന്ന്, കേട്ടോ. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൻ്റെ താക്കോല് എപ്പോഴാ ഒരുത്തൻ്റെ കയ്യിൽ കൊടുക്കേണ്ടതെന്ന് തമ്പുരാൻ അറിഞ്ഞിട്ട് തന്നെയാ ഇതിനെല്ലാം മേച്ചുകൊണ്ട് നടക്കുന്നത്. ഹല്ലേലൂയ. 12 എണ്ണത്തിനെ തിരഞ്ഞെടുത്തു. ഒന്നല്ല 12 എണ്ണത്തിനെ തിരഞ്ഞെടുത്തു. ഒരുത്തൻ നഷ്ടപ്പെട്ടു. ബാക്കി 11 തമ്പുരാന്റെ പുറകെ നടക്കുമ്പോ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, എന്താടാ സ്തോത്രമല്ലേ നിനക്ക് താക്കോല് തരാത്തെ? എന്താടാ നിന്നെ യേശുവിനെ ഒപ്പം കയറ്റാത്തെന്ന് ചോദിക്കുമ്പോ പത്രോസ് പറഞ്ഞു, കയറണമെന്ന് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. കയറണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാ ഇതാ ഇപ്പം ചോദിക്കുകയാ, വരണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? വരണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ വാ, ഞാനിപ്പോൾ സാഹചര്യം ഒരുക്കാം. ഹല്ലേലൂയ. എന്നാൽ പത്രോസ് മനസ്സിലാക്കണ്ടേ, ഞാൻ വിശ്വസിക്കുന്ന യേശുവിനെയാ. പുറകെ നടക്കുന്നത് യേശുവിൻ്റെ പുറകെയാ. നിൻ്റെ വിളിക്ക് മുമ്പിൽ ഞാൻ വരത്തില്ല എന്ന് പത്രോസ് പറഞ്ഞില്ല. പത്രോസ് പറഞ്ഞോ, എനിക്ക് ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് യേശുവിനെ എന്ത് ചെയ്യണമെന്ന് അവരെന്തൊക്കെ ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്കും അതിനകത്തോട്ടൊന്ന് കയറണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ മറ്റേ ശിഷ്യൻ എന്ത് ചെയ്തു? മറ്റേ ശിഷ്യൻ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി. ഹല്ലേലൂയ. അതിനുള്ള ചുറ്റുവട്ടങ്ങൾ ഒരുക്കി കൊടുത്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, നോക്കി പോകുമ്പോൾ കൂടെ കൂട്ടുന്ന ശിഷ്യന്മാരുടെ പുറകെ അല്ലെങ്കിൽ കൂടെ കൂട്ടുന്ന
ശിഷ്യന്മാരെ നിങ്ങൾ നോക്കിയിട്ട് വേണം. ഹല്ലേലൂയ. അത് നോക്കി ശരിയാണോ? ബന്ധമൊക്കെ നല്ലതാ. ബന്ധമൊക്കെ നല്ല, കൂടെ കാണുമ്പോൾ ഒരു പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം എന്നൊക്കെ പറയുന്നത് നല്ലതാ. പക്ഷെ ഇതിനകത്ത് വന്നിട്ട് പോകുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് മാത്രം നിങ്ങളായിരിക്കണം. ഹല്ലേലൂയ. അല്ലാതെ മറ്റ് ബന്ധങ്ങൾ ഒന്നും നിങ്ങൾ സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കരുത്. അങ്ങനെ സ്ഥാപിച്ചാൽ വചനം പറയുന്നത് പോലെ യേശുവിനെ തള്ളിപ്പറയേണ്ട സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചിലപ്പോൾ വന്നേക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ബന്ധമൊക്കെ നല്ലതാ, പക്ഷേ തള്ളിപ്പറയത്തക്ക ബന്ധം നിങ്ങൾ ഉണ്ടാക്കരുത്. ആമേൻ. ബന്ധം നല്ലതാ, ബന്ധം നല്ലതാ, സഹോദര സ്നേഹമൊക്കെ നല്ലതാ. യേശുവിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരാ, യേശുവിൻ്റെ ഒപ്പം നടന്നവൻ. ഹല്ലേലൂയ. പക്ഷേ അവനൊരു പ്രശ്നമുണ്ട്. എന്തോ പ്രശ്നം? ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, ഇവൻ അവിടെയും ബന്ധമുണ്ട്, ഇവിടെയും ബന്ധമുണ്ട്. ഇത് സ്തോത്രം എല്ലാവർക്കും അറിയത്തില്ല. ഇത് പത്രോസിന് അറിയത്തില്ലായിരുന്നു. ഹല്ലേലൂയ. ഇത് പത്രോസിന് അറിയത്തില്ലായിരുന്നു. ഇവൻ ഇവിടെയും അവിടെയും ഉണ്ട്, ബന്ധമുണ്ടെന്നുള്ള കാര്യം ഇവൻ്റെ കൂടെ കൂടിയപ്പോൾ പത്രോസിന് ആദ്യം അറിയത്തില്ല. പക്ഷെ പിന്നത്തേതിൽ പത്രോസിന് ഒരു കാര്യം മനസ്സിലായി. ഇവനാൾ മോശക്കാരനല്ലല്ലോ. ഹല്ലേലൂയ. ഇവനാൾ മോശക്കാരൻ, എന്നെക്കാളും പിടിയുള്ളവനാ. എന്നെക്കാളും പിടിയുള്ളവനാ. കാരണം ഇവൻ അവിടെയും തേണ്ട ചുമ്മാ കയറിപ്പോകുന്നു, ഇവൻ യേശുവിൻ്റെ അടുത്ത് ചുമ്മാ കയറി വരികയാണ്. ഹല്ലേലൂയ. ഇവനെ ആർക്കും പിടിച്ചു വയ്ക്കുവാൻ കഴിയുന്നില്ല. പക്ഷെ എന്നെ അതിനകത്തോട്ടൊന്ന് കടത്തിവിടുന്നില്ല. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ മറ്റേ ശിഷ്യൻ പറഞ്ഞു, എടാ നിന്നെ ഞാനിപ്പോൾ കയറ്റാം. ഹല്ലേലൂയ. ഈ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, പത്രോസിനെ കൂടെ കയ്യിൽ പിടിച്ചു അകത്തേക്ക് കൊണ്ടുവന്നു. പെട്ടെന്ന് വാതിൽ കാവൽക്കാരത്തെ പത്രോസിനെ കണ്ടപ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീയും അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണമേ, ഈ വാതിൽ കാവൽക്കാരത്തിയുടെ മുമ്പിലേക്ക് വന്നുപെട്ട പത്രോസ്, ഞാൻ ചിന്തിക്കുന്നു, ഈ പത്രോസിന് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ യേശുവിൻ്റെ പുറകെ വന്നത്? സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിക്കട്ടെ, യേശുവിൻ്റെ ഇപ്പം കൂടെ ഇല്ലാത്ത ബാക്കി 10 ശിഷ്യന്മാർ, ഒന്ന് യൂദ പോയി, ഒന്ന് പത്രോസ് ഇവിടെ നിൽക്കുന്നു, ബാക്കി 10 ശിഷ്യന്മാർക്ക് സ്നേഹമില്ലാഞ്ഞിട്ടാണോ യേശുവിൻ്റെ പുറകെ വരാത്തത്? ഹല്ലേലൂയ. ഞാൻ പറയാം, സ്നേഹമില്ലാത്തത് കൊണ്ടല്ല. അവരൊക്കെ എവിടെ ഇരിക്കുകയാ? അവരൊക്കെ തിരിച്ച് അവരുടെ വീടുകളിൽ ഇരിക്കുക. ഹല്ലേലൂയ. ഞാൻ പറയാം, ഹല്ലേലൂയ, യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ ഓടിച്ചാടി നടന്ന്, നല്ലതുപോലെ തുള്ളിച്ചാടി നടന്ന്, ഹല്ലേലൂയ, നല്ല വർക്കൗട്ടുകൾ ചെയ്ത്, ഹല്ലേലൂയ, നല്ലതുപോലെ ആത്മാവിൽ അഭിഷേകത്തോടെ ആരാധിച്ച് നിൽക്കുന്ന, ഹല്ലേലൂയ, പത്രോസ് കൂടെ ഇങ്ങനെ ചാടി ഓടി ഇറങ്ങുന്നവരൊക്കെ പലപ്പോഴും പകുതി വഴിക്ക് വെച്ച് തള്ളിപ്പറയുന്ന അനുഭവങ്ങളെ കാണുന്നത്. ഹല്ലേലൂയ. നല്ല ഓട്ട, നല്ല ചാട്ട, നല്ല അഭിഷേകം, നല്ല ആരാധന, നല്ലതുപോലെ തുള്ളിച്ചാടുന്നു, നല്ലതുപോലെ പ്രാർത്ഥിക്കുന്നു. പത്രോസിന് പെട്ടെന്ന് നോക്കുമ്പോൾ ഏറ്റവും ഒന്നാമത്തെ ശിഷ്യനാ, പക്ഷെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ബാക്കിയുള്ള 10 പേർ തള്ളിപ്പറഞ്ഞോ? ഇല്ല, തള്ളിപ്പറഞ്ഞില്ല. ആമേൻ. അപ്പോൾ അവർക്കാണോ സ്നേഹം? ഇവർക്കാണോ സ്നേഹം? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അധികം ചാട്ടവും ഓട്ടവും ഒന്നുമില്ലെങ്കിലും യേശുവുമായിട്ടുള്ള നല്ല ബന്ധം വയ്ക്കുക. ഹല്ലേലൂയ. യേശുവുമായിട്ട് നല്ല കണക്ഷൻ വയ്ക്കുക. യേശുവുമായിട്ട് നല്ല കണക്ഷൻ വയ്ക്കുക. ഒരിക്കലും തള്ളിപ്പറയാതെ, ഒരിക്കലും തള്ളിപ്പറയാത്ത ഒരു ശിഷ്യനായി നമ്മൾ മാറട്ടെ. ഇന്ന് പകൽക്കാലം നല്ല ഒരു ശിഷ്യനായി മാറട്ടെ. ഓടുകയും ചാടുകയും സ്തോത്രം തുള്ളുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ലത് തന്നെയാ. പക്ഷേ ഇന്ന് പകൽക്കാലം ഓട്ടം കൂടിപ്പോകുമ്പോൾ തള്ളിപ്പറയേണ്ട ഇടമാത്രം വരുത്തരുത്. ഓട്ടം കൂടിപ്പോകുമ്പോൾ പലതും മറന്നു കളയരുത്. ഇന്നലെ യേശു നിന്നെ സ്നേഹിച്ച ആ സ്നേഹത്തെ മറന്നു കളയരുത്. പത്രോസിനെ പോലെ യേശു കൊണ്ടു നടന്നു. യേശു എല്ലാം വാങ്ങിക്കൊടുത്തു. യേശു പത്രോസിനെ എല്ലാത്തിനും ഒന്നാമത് വിളിക്കുമായിരുന്നു. പക്ഷേ അതൊക്കെ തള്ളിക്കളഞ്ഞു പത്രോസ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, പത്രോസ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ നടുവിൽ തന്നെ പത്രോസ് വീഴുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. നോക്കണമേ, ഈ വാതിൽ കാവൽക്കാരത്തെ, വാതിൽ കാക്കുന്ന ബാല്യക്കാരത്തെ പത്രോസിനോട്, അതിൻ്റെ 7-ാം വാക്യം നമ്മൾ വായിച്ചു. വാതിൽ കാക്കുന്ന ബാല്യക്കാരത്തെ പത്രോസിനോട്, നീയും ഈ മനുഷ്യൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനോ എന്ന് ചോദിച്ചു. അതിന് അവൻ്റെ മറുപടി എന്താണെന്ന് അറിയാമോ? അല്ല
എന്ന് അവൻ പറഞ്ഞു. ഹല്ലേലൂയ. അല്ല എന്ന് ആര് പറഞ്ഞു? പത്രോസ് പറഞ്ഞു. ഇന്ന് പകൽക്കാലം അവൻ ഈ ശിഷ്യനെ പോലെ, ഈ പത്രോസിനെ പോലെ ഒരു ശിഷ്യനാണോ അവൻ നമ്മൾ? ഹല്ലേലൂയ. അവൻ പത്രോസ് എന്തു ചെയ്തു? പത്രോസ് പറഞ്ഞു അവൻ്റെ ശിഷ്യൻ അല്ല എന്ന് പത്രോസിന് പറയേണ്ടി വന്നു. കാരണം എന്താ? ഇനി പത്രോസിന് അറിയാം യേശുവിനെ ഇപ്പോൾ എന്ത് ചെയ്യുകയാ? യേശുവിനെ അകത്ത് ക്രൂരമായി മർദ്ദിക്കുകയാ, യേശുവിനെ അകത്ത് ക്രൂരമായി ഉപദ്രവിക്കുകയാ. ഇനിയും അവൻ്റെ ഒപ്പമുണ്ടെന്ന് പറഞ്ഞാൽ, ഇനി അവൻ്റെ കൂടെയുള്ളവനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ എനിക്കും അടി കിട്ടിയെന്ന് വരാം, ചിലപ്പോൾ എന്നെയും അവർ ഉപദ്രവിച്ചെന്ന് വരാം, ചിലപ്പോൾ എന്നെയും അവർ മർദ്ദിച്ചെന്ന് വരാം, ചിലപ്പോൾ എന്നെയും അവർ ക്രൂശീകരിച്ചെന്ന് വരാം. എങ്കിലും പത്രോസ് അതുകൊണ്ട് ചിന്തിച്ചോ, അയ്യോ ഞാൻ അവൻ്റെ കൂടെയുള്ളവനല്ല, ഒരിക്കലുമല്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മോട് ചോദിക്കും, നീയോ അവൻ്റെ കൂടെ ഉള്ളവനാണോ? ഞാൻ അവൻ്റെ കൂടെ ഉള്ളവനല്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് നിറങ്ങുമ്പോൾ ഈ ചോദ്യത്തിന് വ്യക്തമായ മറുപടി പരിശുദ്ധാത്മാവിന് കൊടുത്തിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാൻ. ഹല്ലേലൂയ. അല്ലാതെ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഇറങ്ങരുത്, അല്ലാതെ ഇന്ന് പകൽ ഇവിടം വിട്ട് മടങ്ങരുത്. സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളോട് സംസാരിക്കുകയാണ്. നമ്മളൊക്കെ നല്ലതുപോലെ ആരാധിക്കുന്നുണ്ട്. പത്രോസിനെക്കാളും ഉച്ചത്തിൽ ചാടി ആരാധിക്കുന്നവരാ. പത്രോസൊക്കെ എവിടെ? പത്രോസ് നീ എവിടെയെന്നാ ചോദിക്കുന്ന ചിലർ. ഹല്ലേലൂയ. പത്രോസ് നീ എവിടെ നിൽക്കുന്നു? ഞാനൊക്കെ അതിനേക്കാളും നല്ലതുപോലെ ആരാധിക്കുന്നവനെന്നാ നമ്മൾ ഓരോരുത്തരും പറയുന്നത്. പക്ഷേ ഇന്ന് പകൽക്കാലം മറുപടി പൂർണ്ണമായി നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. ഹല്ലേലൂയ. ഉള്ളിൽ നിന്ന് വരണം. ഞാനീ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, ഇത് കഴിയുമ്പോൾ നിങ്ങൾ ഇതുപോലെ മറുപടി എനിക്ക് തരണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മറുപടികളെ കൊടുക്കണം. ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. വാതിൽക്കാവൽക്കാരത്തിയുടെ മുമ്പിൽ പത്രോസ് പറഞ്ഞു, ഞാൻ അവനെ അറിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ അവനെ അറിയത്തില്ല. അതിൻ്റെ അടുത്ത ഭാഗം പറയുന്നു, അന്ന് കുളിരാക കൊണ്ട് ദാസന്മാരും സേവകരും കനൽ കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരുന്നു. പത്രോസും ആരുടെ കൂടെ ചെന്ന് നിന്നു? അവരോട് കൂടെ തീ കാഞ്ഞുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. നോക്കണമേ, ഇന്നലകളിൽ യേശുവിൻ്റെ കൂടെ നിന്നവൻ, ഹല്ലേലൂയ, മഹാപുരോഹിതൻ്റെ കൊട്ടാരത്തിനകത്ത് കടന്നപ്പോൾ ഇപ്പോൾ ആരുടെ കൂടെ കൂടി? സേവകരുടെ കൂടെ കൂടി. പിന്നെ കുളിർ കാഞ്ഞുകൊണ്ടിരുന്നവരുടെ കൂടെ കൂടെ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഞാൻ അവിടെ ഇടുക്കിയിൽ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ ഇടുക്കിയിൽ നല്ല തണുപ്പാ. നിങ്ങൾ ഇതിൻ്റെ പുറത്തു പോകുമ്പോൾ തണുപ്പത്ത് പുറത്തു പോകുമ്പോൾ എന്ത് ചെയ്യരുത്? അവൻ ഇവിടെയും നിങ്ങൾ ചൂട് കൂടിയിട്ട് പുറത്തു പോയി. ഹല്ലേലൂയ. അവിടെ നിങ്ങൾ ചൂട് കൂടാൻ നിൽക്കരുത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഇവിടെ ഒരു സ്വഭാവവും പുറത്തിറങ്ങുമ്പോൾ മറ്റൊരു സ്വഭാവവും ആകരുത് കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ മറ്റൊരു രീതിയിലായിരുന്നു ജീവിതം. ഇതിനകത്ത് കടന്നു വരുമ്പോൾ മറ്റൊരു രീതിയിലാ. നല്ല ആരാധനയാ, നല്ല പാട്ടാ, നല്ല പ്രാർത്ഥനയാ, ഒന്നിനും ഒരു കുറവില്ല. പക്ഷെ പുറത്തു പോകുമ്പോൾ എങ്ങനെയാ നിങ്ങളുടെ ജീവിതം? ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞോ? പുറത്തു പോകുമ്പോൾ നല്ല അനുഭവമുള്ളവനായിരിക്കണം. യേശുവിൻ്റെ ശിഷ്യന്മാർ സേവകർ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കൂടെ ചെന്നിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വേണ്ടാത്ത ഇടത്ത് കൂടെ ചെന്നിരിക്കരുത്. ഹല്ലേലൂയ. വേണ്ടാത്തവരുടെ കൂടെ നിങ്ങൾ കൂടരുത്, വേണ്ടാത്തവരുടെ കൂട്ടത്തിൽ നിങ്ങൾ കൂടരുത്. അങ്ങനെ കൂടിയാൽ ഞാൻ പറയാം, രണ്ടാമത് തീ കാഞ്ഞുകൊണ്ടിരുന്ന പത്രോസ് രണ്ടാമത്തെ പ്രാവശ്യം അവരുടെ കൂടെ ചെന്നിരുന്ന് തീ കാഞ്ഞത് കൊണ്ടല്ലേ അവൻ യേശുവിനെ തള്ളിപ്പറയേണ്ടി വന്നത് രണ്ടാമത്തെ പ്രാവശ്യം. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ ഇരിപ്പ് നേരെ ആയിരിക്കണം. എവിടെ പോയാലും നേരെ ഇരിക്കട്ടെ, എവിടെ പോയാലും നല്ല ഇടത്തിരിക്കട്ടെ. പാപികളോട് കൂടെ നിങ്ങൾ കൂടരുത്, പരിഹാസികളുടെ കൂടെ നിങ്ങൾ നിൽക്കരുത്. ആരുടെ വേണ്ടാത്ത ഇടത്ത് നിങ്ങൾ കയറി നിൽക്കരുത്. അങ്ങനെ നിങ്ങൾ നിന്നാൽ അവരുടെ നടുവിൽ ചിലപ്പോൾ നിങ്ങൾ പാപം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ യേശുവിനെ തള്ളിപ്പറയേണ്ടി വരും. ഉടമന ശമന ഹദരഘടക പ്രൗഢിപിരിക ജലഘടകര തുരമന ഹദരഘടകസിയ. പലപ്പോഴും ഹല്ലേലൂയ നമ്മൾ പാപം അല്ലെങ്കിൽ നമ്മൾ തള്ളിപ്പറയേണ്ടി വരും യേശുവിനെ. ഹല്ലേലൂയ. യേശുവിനെ ചിലപ്പോൾ പിന്നെയും നമ്മൾ തള്ളിപ്പറയേണ്ടി വന്നേക്കാം. നോക്കണമേ, തണുപ്പൊക്കെ തന്നെയാ. ചൂട് നഷ്ടപ്പെട്ടു പോയി. കാരണം യേശു കൂടെ ഇല്ലല്ലോ. അപ്പോൾ യേശുവിൻ്റെ ചൂടില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത്തിരി തണുപ്പാ പത്രോസിന്. ഹല്ലേലൂയ. ഈ തണുപ്പ് മാറ്റാൻ വേണ്ടിയാ ആരുടെ കൂടെ
ചെന്ന് നിന്ന് ചേവകന്മാരുടെ കൂടെ ചെന്ന് നിന്ന്, ഹല്ലേലൂയ, മഹാപുരോഹിതൻ ദാസന്മാരുടെ കൂടെ ചെന്ന് നിന്നു. അവർ കനൽ കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരുന്നു. പത്രോസും അവരുടെ കൂട്ടത്ത് ചെന്നിരുന്ന് തീ കാഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പത്രോസും അവരുടെ കൂടെ ചെന്നിരുന്ന് നുണ പറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അവരുടെ കൂടെ ചെന്നിരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാ. അവരുടെ കൂടെ ചെന്നിരുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാ. ഇത് കണ്ടപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, പത്രോസ് ഇങ്ങനെ ചൂട് കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചൂട് കായുന്നുണ്ട്. പക്ഷെ പത്രോസിൻ്റെ നോട്ടം യേശുവിൻ്റെ അടുക്കലേക്ക്. ഹല്ലേലൂയ. പത്രോസ് ഇവിടെ ഇരുന്നു, ചൂട് കായുന്നുണ്ട്. പക്ഷെ നോട്ടം ആരുടെ അടുത്തേക്കാ? യേശുവിൻ്റെ അടുത്തേക്ക്. യേശുവിനെ എന്ത് ചെയ്യുന്നു, യേശുവിനെ എങ്ങനെ എന്തൊക്കെ ചെയ്യുന്നു എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പത്രോസ് കാണുന്ന ഒരു കാഴ്ചയുണ്ട്. യേശുവിനെ കന്നത്തടിക്കുന്നു, യേശുവിനെ ഉപദ്രവിക്കുന്നു, യേശുവിൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ച് അടിച്ചു കയറ്റുന്നു. ഇതൊക്കെ പത്രോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ാണ് രണ്ടാമത്തെ പ്രാവശ്യം ഷീമോൻ പത്രോസ് അതിന് 18-ാമത്തെ അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഷീമോൻ പത്രോസ് തീ കാഞ്ഞു നിൽക്കുമ്പോൾ നീയും അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനല്ലയോ എന്ന് ചിലർ അവനോട് ചോദിച്ചു. അല്ല എന്ന് അവൻ മറുത്തു പറഞ്ഞു. ഹല്ലേലൂയ. അല്ല എന്ന് വ്യക്തമായി അവൻ മറുത്ത് പറയുവാൻ ഇടയായി തീർന്നു. നോക്കണമേ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, വേണ്ടാത്ത ഇടത്ത് ചെന്നിരുന്ന് പത്രോസ് തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പത്രോസിനോട് അവൻ കൂടെ ഇരുന്നവർ ചോദിച്ചു, എടാ നീയും അവൻ്റെ കൂടെയുള്ളവനല്ലേ? പത്രോസ് പറഞ്ഞു, അയ്യോ അത് ഞാനല്ല, എന്നെ പോലെ വേറെ ആരോ ഒരാളാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, വേണ്ടാത്ത ഇടത്ത് പോകുമ്പോൾ, വേണ്ടാത്ത പ്രവർത്തികൾ ചെയ്യുമ്പോൾ, വേണ്ടാത്ത കൂട്ടുകെട്ടുകൾ കൂടുമ്പോൾ, വേണ്ടാത്ത ഇടങ്ങൾ നിങ്ങൾ നടക്കുമ്പോൾ, വേണ്ടാത്ത ബന്ധങ്ങൾ നിങ്ങൾ വയ്ക്കുമ്പോൾ, വേണ്ടാത്തവരോട് കൂടെ ഇരിക്കുമ്പോൾ, ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം ഒന്ന് ഓർക്കണം. ഹല്ലേലൂയ. അതിനകത്ത് നല്ല ബന്ധമല്ലെങ്കിൽ ചിലപ്പോൾ അവർ ചോദിക്കും, എടാ നീ പ്രാർത്ഥിക്കുന്നവനല്ലേ, നീ ആരാധിക്കുന്നവനല്ലേ, നീ ദൈവത്തെ സ്തുതിക്കുന്നവനല്ലേ, നീ ഇന്നലെയാ പള്ളിയിൽ പോയിട്ട് വന്നവനല്ലേടാ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ചിലപ്പോൾ മറുത്ത് പറയേണ്ടി വരും. ആമേൻ. അതുകൊണ്ട് മാതൃകയുള്ള ജീവിതമായിരുന്നാൽ കൊള്ളാം. ഹല്ലേലൂയ. മാതൃകയുള്ള ജീവിതം നയിച്ചാൽ ഞാൻ പറയാം, സ്തോത്രം, ചങ്കൂറ്റത്തോടെ വിളിച്ച് പറയാം, ഞാനും അവൻ്റെ കൂടെ ഉള്ളവൻ തന്നെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ചങ്കൂറ്റത്തോടെ ഒരു തലമുറ എണീക്കണം. ഹല്ലേലൂയ. ഞാനും എൻ്റെ യേശുവിൻ്റെ കൂടെ ഉള്ളവനാണെന്ന് വിളിച്ചു പറയുന്ന ചങ്കൂറ്റമുള്ള ഒരു തലമുറ ഇതിനകത്ത് എഴുന്നേൽക്കണം. അല്ലാതെ തുള്ളിച്ചാടി ആരാധിച്ചിട്ട് കടന്നുപോയത് കൊണ്ടായില്ല. അല്ലാതെ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലോ, കാറ് വാങ്ങിച്ചോ, വീട് വാങ്ങിച്ചോ, ബംഗ്ലാവ് വെച്ചോ, എന്തൊക്കെ പറഞ്ഞാലോ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ആത്മാവിൽ കൈമാറാ, ഒന്നും ആകത്തില്ല. എൻ്റെ യേശുവിൻ്റെ ശിഷ്യനാണെന്ന് ചങ്കൂറ്റത്തോടെ പറയാ. നിനക്കുറപ്പുണ്ടോ? അവനെയാണ് കർത്താവിന് ആവശ്യം. ഹല്ലേലൂയ. അത് ഒന്നെങ്കിൽ ഒന്ന് മതി. ഞാൻ വിളിച്ചു പറഞ്ഞു എൻ്റെ സഭയിൽ, എടാ അങ്ങനെയുള്ള ഒന്നെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഒപ്പം നിൽക്ക്. ഇന്ന് പകൽ ഞാൻ അങ്ങനെയാ പറയുന്നത്. അങ്ങനെയുള്ള ഒന്നെങ്കിലും ഉണ്ടെങ്കിൽ ഒപ്പം നിൽക്കണം. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒന്നെങ്കിലും ഉണ്ടെങ്കിൽ ഒപ്പം നിൽക്കണം. പകുതി വഴിക്ക് വെച്ച് തള്ളിക്കളഞ്ഞിട്ട് പോകുന്നവന് എൻ്റെ തമ്പുരാന് വേണ്ട. തമ്പുരാന് കൂടെ ചങ്ക് പറിച്ചു കൊടുക്കുന്നവനുണ്ടെങ്കിൽ മതി. അല്ലാതെ പകുതി വഴിക്ക് വെച്ച് കളയുന്നവന് തമ്പുരാന് വേണ്ട. ഹല്ലേലൂയ. ഓ റാം ഷാതകനസിയാന്തന. ഞാനാണെങ്കിൽ തള്ളിക്കളഞ്ഞാനെ, പക്ഷെ തമ്പുരാൻ തള്ളിക്കളഞ്ഞില്ല കേട്ടോ. ഹല്ലേലൂയ. തമ്പുരാൻ അവരെയും വേണമായിരുന്നു, അതുകൊണ്ട് തമ്പുരാൻ അവനെ പിന്നെയും എടുത്തു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, കൂടെ വേണ്ടാത്ത കൂട്ടുകെട്ടുകളെ വിട്ടിട്ട് ഇന്ന് പകൽക്കാലം യഥാർത്ഥ ശിഷ്യനാണെന്ന് പറയണം നിങ്ങൾ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാനും ഒരു യഥാർത്ഥ ശിഷ്യനാണെന്ന് നേരോടെ ചങ്കൂറ്റത്തോടെ ചങ്കുറപ്പോടെ നെഞ്ച് നിവർത്തി നിന്ന് പറയാൻ ധൈര്യമുള്ള തൻ്റെ ഇടമുള്ളവരെയാണ് പരിശുദ്ധാത്മാവ് നോക്കുന്നത്. ഹല്ലേലൂയ. അല്ലാതെ നുണ പറഞ്ഞ് പള്ളിയിനകത്ത് വരുമ്പോൾ ആരാധനയും പുറത്തിറങ്ങുമ്പോൾ നുണയും, അതുപോലെ സ്തോത്രം ഹല്ലേലൂയ കുറ്റം പറച്ചിലും മറിച്ചത് എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ പറയുന്നവരല്ല എൻ്റെ ദൈവത്തിന് ആവശ്യം. പിന്നെയോ ചങ്കൂറ്റത്തോടെ തൻ്റെ ഇടത്തോടെ ഞാനും എൻ്റെ യേശുവിൻ്റെ ശിഷ്യനാ. എടാ ഞാനും അവിടുത്തെ ഒരംഗമാ, ഞാനും യേശുവിൻ്റെ കൂടെ നടക്കുന്നവനാണെന്ന് പറയുക.
ഹല്ലേലൂയ. നോക്കണമേ, ഒന്ന് പത്രോസിൻ്റെ കാര്യം ഒന്ന് ചിന്തിച്ച് നോക്ക്. പത്രോസ് ഏറ്റവും അടുത്ത ശിഷ്യനായിരുന്നില്ലേ? ഏറ്റവും അടുത്ത ശിഷ്യനായിരുന്നില്ലേ? യേശുവിൻ്റെ കൂടെ നടന്ന, അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാണ്. യേശുവിൻ്റെ കൂടെ നടന്നു, യേശുവിനെ സ്നേഹിച്ച്, യേശു എല്ലാ കാര്യങ്ങളും പറഞ്ഞു പഠിപ്പിച്ച, എല്ലാ കാര്യങ്ങൾ ചെയ്ത് പഠിപ്പിച്ച, അറിഞ്ഞുകൂടാത്തതൊക്കെ അവനെ കയ്യിലെടുത്ത് കാണിച്ചു കൊടുത്തു. എല്ലാ കാര്യങ്ങളും അവനെ കൊണ്ട് ചെയ്യിച്ചു, എല്ലാ കാര്യങ്ങളും അവനെ വിട്ട് പഠിപ്പിച്ചു. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞപ്പോ നോക്കണമേ, ഒരൊറ്റ സാഹചര്യത്തിന് നടുവിൽ അവൻ വിളിച്ചു പറഞ്ഞില്ലേ, എനിക്ക് അവനെ അറിയത്തില്ലെന്ന്. പരിശുദ്ധാത്മ വ്യക്തമായി ഇടപെടുക ചിലരോട്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നീ പറയുന്നത് ചിലപ്പോ യേശു കേൾക്കത്തില്ലായിരിക്കാം, ഹല്ലേലൂയ, പക്ഷെ യേശു ഉള്ളത്തിൽ അറിയുന്നുണ്ട് കേട്ടോ. അവൻ ഉള്ളത്തിൽ കണക്ക് വെച്ചോ. എടാ പത്രോസേ, നീ രണ്ടാമത്തെ പ്രാവശ്യം തള്ളി പറഞ്ഞു. നീ ഞാൻ കേൾക്കാതെ പറഞ്ഞത്, പക്ഷെ ഞാൻ ഉള്ളിൽ കാണുന്നുണ്ട്. ഹല്ലേലൂയ. നീ ഞാൻ കേട്ടില്ല, നീ പറയുന്നത് ഞാൻ കേട്ടില്ല. ഇന്ന് പകൽക്കാലം നിങ്ങൾ പറയുന്നത് ഇവിടെ ആരും കേൾക്കണമെന്നില്ല, പക്ഷെ കാണുന്ന ഒരുവനുണ്ട്. ഇവിടെ ആരും കേൾക്കത്തില്ല, യേശുവും കേട്ടില്ല. കാരണം യേശു കേൾക്ക വിട്ടു ഒരിക്കലും പറയത്തില്ല. അത് അങ്ങനെ ഒരിക്കലും പറയത്തില്ല, അങ്ങനെ നമ്മളാരും പറയത്തില്ല. പക്ഷേ കേൾക്കുന്ന ശബ്ദമില്ലെങ്കിൽ, കേട്ട ശബ്ദമില്ലെങ്കിലും കാണുന്ന ഒരുവനുണ്ട് കേട്ടോ. ഹല്ലേലൂയ, ആമേൻ. കണ്ടുകൊണ്ടിരിക്കുക തമ്പുരാൻ കണ്ടുകൊണ്ടിരിക്കുകയാ. രണ്ടാമത്തെ പ്രാവശ്യം ദേണ്ടേ എൻ്റെ പ്രാണപ്രിയനായ പത്രോസ് തള്ളിപ്പറഞ്ഞു. ഹല്ലേലൂയ, പത്രോസിനെ തള്ളിപ്പറയുടെ. ഇന്നലെ ഞാൻ അവനെ കൊണ്ടു നടന്നതല്ലേ, ഇന്നലെ ഞാൻ അവനെ എടുത്തുകൊണ്ട് നടന്നതല്ലേ, ഇന്നലെ മീൻ പിടിച്ചുകൊണ്ട് നടന്നപ്പോൾ അവനെ ഞാൻ വിളിച്ചു കയറ്റി, ചിലതൊക്കെ കൈമാറി, ചില അധികാരങ്ങളൊക്കെ കൈമാറി, എല്ലാം അവനെ കൊണ്ടു നടന്നു. തേന് കൊടുത്തു, പാല് കൊടുത്തവനെ അമ്മൻ ഹല്ലേലൂയ തലയിൽ വെച്ച പേനരിക്ക്, തറയിൽ വെച്ച ഉറുമ്പരിക്കുമെന്ന് പറഞ്ഞ് ഇവനെ വളർത്തിക്കൊണ്ട് വന്നപ്പോൾ ഹല്ലേലൂയ ഇവനിതാ ഇപ്പോൾ ഹല്ലേലൂയ ഒരു ഒറ്റ സാഹചര്യത്തിന് നടുവിൽ കാലം മാറി. ഹല്ലേലൂയ, അവൻ തള്ളിപ്പറഞ്ഞോ എൻ്റെ തമ്പുരാനെ. ഹല്ലേലൂയ, എൻ്റെ പ്രാണപ്രിയനായ യേശുവിനെ ഒറ്റ സെക്കൻഡ് കൊണ്ട് അവൻ തള്ളിപ്പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, സാഹചര്യങ്ങളുടെ നടുവിൽ നിങ്ങൾ തള്ളിപ്പറയുന്നുണ്ടാകാം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഞങ്ങളുടെ ഇടുക്കിയിലെ എൻ്റെ സഭയിൽ ഹല്ലേലൂയ അവിടെ ഒരു ആൻറ്റി കടന്നു വരുന്നുണ്ട്. ആൻറ്റി ഇപ്പോൾ ചിലപ്പോൾ ലൈവിൽ കാണുന്നുണ്ടായിരിക്കാം. ഹല്ലേലൂയ, ആൻറ്റി ഇവിടുത്തെ ശുശ്രൂഷകളൊക്കെ എല്ലാ ശുശ്രൂഷയും ലൈവിൽ കാണുന്ന ഒരു ആൻറ്റിയാണ്. ആൻറ്റി തൻ്റെ ഭവനത്തിനകത്ത് തനിക്ക് ആരാധിക്കുവാൻ സ്വാതന്ത്ര്യമില്ല. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ ആൻറ്റിക്ക് തൻ്റെ ഭവനത്തിനകത്ത് നിന്ന് പുറത്തു പോകുവാൻ അനുവാദം കൊടുത്തില്ല. പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഞങ്ങളുടെ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ 2-3 ദിവസം കടന്നു വന്നു. തൊട്ടടുത്ത ദിവസം ഒരു പ്രവാചകൻ പറഞ്ഞു, സ്തോത്രം, വന്ന അന്ന് ആൻറ്റിയോട് പ്രവാചകൻ, ആൻറ്റി നിങ്ങളുടെ വീട്ടിലൊരു പ്രതികൂലം കടന്നു വരുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. ആൻറ്റി എന്നോട് ചോദിച്ചു എന്ത് ചെയ്യണം. ഞാൻ പറഞ്ഞു, ആൻറ്റി പ്രാർത്ഥിക്ക്, ദൈവം അത് മാറ്റാൻ വേണ്ടിയാണ് ചെയ്തത്. ഹല്ലേലൂയ. ആൻറ്റി ഭവനത്തിലേക്ക് കടന്നുപോയി. ആൻറ്റിയോട് സ്തോത്രം, തൻ്റെ ഭവനത്തിലെ മക്കൾ പ്രതികൂലമായി, മരുമക്കൾ പ്രതികൂലമായി, തൻ്റെ കുടുംബനാഥൻ പ്രതികൂലമായി അവരോട് പറഞ്ഞു, പുറത്തിറങ്ങി പോകരുത്, പള്ളിയിലേക്ക് എന്ന് പറഞ്ഞ് ഇനി പുറത്തിറങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. ആൻറ്റി സാഹചര്യം കിട്ടിയപ്പോൾ എന്നെ വിളിച്ചൊരു പാസ്റ്ററേ ഇങ്ങനെയാ കാര്യം, എന്തോ ചെയ്യണം. ഞാൻ പറഞ്ഞു, ആൻറ്റി അധികം പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട, ആൻറ്റി പ്രാർത്ഥിക്ക്, ഞങ്ങൾ പ്രാർത്ഥിക്കാം, ദൈവം ഈ ദിവസങ്ങൾ വഴി തുറക്കും. ഹല്ലേലൂയ. നോക്കണമേ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ആൻറ്റി അതിനകത്ത് വെച്ച് ആൻറ്റി അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പള്ളിയിൽ പോകത്തില്ല, നിങ്ങളുടെ വാക്കിന് ഞാൻ വില തരാം, പക്ഷേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ തടസ്സം വയ്ക്കരുത്. ഞാൻ വീട്ടിനകത്തിരുന്ന് പ്രാർത്ഥിക്കുക, ഞാൻ വീട്ടിനകത്തിരുന്ന് ആരാധിക്കുക, ഞാൻ എൻ്റെ ദൈവത്തെ തള്ളിപ്പറയുകയില്ല.
ആമേൻ. ഞാൻ പറയട്ടെ, ആമേൻ, ആൻറ്റിക്ക് അതിനകത്തൊരു പോക്കുവഴി ഉണ്ടാകും. ഹല്ലേലൂയ. ആൻറ്റി ഇപ്പോൾ ലൈവിൽ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ആൻറ്റിയോട് പറയുകയോ, ആൻറ്റി ദൈവം ഒരു പോക്കുവഴി തരും. ആ കുടുംബം മുഴുവനുമായി പിടിക്കപ്പെടുന്ന സമയം വരികയോ. റിമാന ശബല ഹതുരഘടക പ്രൗഢിപിരിക രതുനഘടക സിയാന്തന. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ആൻറ്റി അതിൻ്റെ നടുവിൽ തൻ്റെ വിശ്വാസത്തെ, തൻ്റെ ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. ആമേൻ. ആരാധന സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് പോലും തൻ്റെ കുടുംബത്തിൻ്റെ നടുവിൽ തങ്ങളുടെ മക്കളുടെ മുമ്പിൽ ആമേൻ പിടിച്ചു നിൽക്കുവാൻ സാഹചര്യമില്ലാതെ വന്നിട്ട് ആൻറ്റി പറഞ്ഞില്ല, ഞാൻ ഇനി നിങ്ങളുടെ വഴിയെ വരാമെന്ന് പറഞ്ഞില്ല. പിന്നെ എന്താ ചെയ്തേ? ഞാൻ എൻ്റെ ദൈവത്തെ തള്ളിപ്പറയുകയില്ല. ഹല്ലേലൂയ. ഞാൻ പള്ളിയിൽ പോകത്തില്ല, ശരി, സമ്മതിച്ചു, നിങ്ങൾ എന്നെ വിട്ടില്ലെങ്കിൽ ഞാൻ പോകത്തില്ല. പക്ഷേ ഇവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കും, ഇവിടെ ഇരുന്ന് ഞാൻ ലൈവുകൾ കാണും, ഇവിടെ ഇരുന്ന് ഞാൻ ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നോക്കണമേ, അതുപോലെ വേണ്ടാത്ത ഇടത്ത് കടന്നു പോയിട്ട് നമ്മൾ ദൈവത്തെ തള്ളിപ്പറയേണ്ട ഇട വരുത്തരുത്. ഹല്ലേലൂയ. പത്രോസ് ചെയ്തതുപോലെ അമ്മ ചേവകന്മാരുടെ കൂടെ ചെന്നിരുന്ന തീ കാഞ്ഞാൽ പ്രശ്നമാണ്. ഹല്ലേലൂയ. അമ്മ കൂടെ നടക്കുന്നവരുടെ കൂടെ ചെന്നിട്ട് തീ കാഞ്ഞാൽ, അവരുടെ കൂടെ ഇടപെട്ടാൽ, അവരുടെ കൂടെ ബന്ധപ്പെട്ടാൽ, അവരുടെ കൂടെ സംസാരിച്ചാൽ, വേണ്ടാത്ത ബന്ധങ്ങൾ അവരുമായി സ്ഥാപിച്ചാൽ അത് പ്രശ്നമാണ്. രണ്ടാമത്തെ തവണ പത്രോസിന് യേശുവിനെ തള്ളിപ്പറയേണ്ടി വന്നു. തീർന്നില്ല പ്രിയമുള്ളവരെ. അതിൻ്റെ 26-ാമത്തെ വാക്യം, മഹാപുരോഹിതൻ്റെ ദാസന്മാരിൽ വെച്ച് പത്രോസ് കാതറുത്തവൻ്റെ ചാർച്ചക്കാരനായി ഒരുത്തൻ, ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടില്ലയോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടില്ലയോ എന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ആര് പറഞ്ഞു? അവൻ ഇവൻ്റെ ശത്രു. ആരുടെ ശത്രു? പത്രോസിൻ്റെ ശത്രു. അതെങ്ങനെ ഇവൻ ശത്രുവായി തീർന്നത്? യേശുവിനെ പിടിക്കാൻ വന്നപ്പോൾ ഈ ചേവകൻ്റെ ഇവൻ്റെ ഈ വ്യക്തിയുടെ ഈ സംസാരിച്ചു കൊണ്ട് നിന്ന ഈ വ്യക്തിയുടെ കൂട്ടുകാരൻ്റെ, ഹല്ലേലൂയ, അവൻ്റെ ചർച്ചക്കാരൻ, സ്തോത്രം, ഒരുത്തൻ, ഇവൻ ഈ കാതറുത്തവൻ്റെ കൂടെ ഉണ്ടായിരുന്നവനാ ഇപ്പോൾ ഇത് ചോദിക്കുന്നത്. അപ്പോൾ കാതറുത്തു. ഹല്ലേലൂയ. ആരറുത്തോ? പത്രോസ് കാതറുത്തു. ഹല്ലേലൂയ. അപ്പോൾ ഇവനെ, ഈ പത്രോസിനെ അവൻ ഒരിക്കലും ഇവനെ നേരെ കിട്ടിയ പത്രോസിനെ വിടത്തില്ല. പത്രോസിനെ ഉപദ്രവിക്കുക. കാരണം എൻ്റെ കൂട്ടുകാരൻ്റെ കാതറുത്തവനായി ഇവൻ. ഹല്ലേലൂയ. എൻ്റെ കൂട്ടുകാരൻ്റെ കാതറുത്തവനായി പത്രോസ്. അതുകൊണ്ട് പത്രോസിനെ നേരിട്ട് കണ്ടാൽ അവൻ വിടത്തില്ല. അതുകൊണ്ട് പത്രോസിനെ പോലെ ഇരിക്കുന്ന ഇവനോട് ചോദിച്ചു, എടാ, നീ എൻ്റെ കൂട്ടുകാരൻ്റെ കാതറുത്തവനല്ലേ, അല്ലെങ്കിൽ നീ ആ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ എന്നവൻ ചോദിച്ചപ്പോൾ പത്രോസ്, ഞാൻ ചിന്തിക്കുന്നു, പെട്ടെന്ന് അവൻ്റെ സകല ധൈര്യവും പോയി. ഹല്ലേലൂയ. ശത്രുവിൻ്റെ മുമ്പിൽ അവൻ്റെ സകല ധൈര്യവും പോയി. അവൻ പറഞ്ഞു, അയ്യോ സഹോദര, നിനക്ക് ആള് മാറിപ്പോയി, അത് ഞാനല്ല കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഇതൊന്നും യേശു കേൾക്കുന്നില്ല. ഇവൻ 3 തവണ തള്ളിപ്പറഞ്ഞപ്പോൾ യേശുവിൻ്റെ കാതുകളിൽ ആ ശബ്ദം എത്തുന്നില്ല, പക്ഷെ യേശു കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നീ എന്തൊക്കെ പറഞ്ഞാലും, നീ എന്തൊക്കെ ചെയ്താലും, നീ എന്തൊക്കെ പരിപാടികൾ കാണിച്ചാലും, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ആരും കാണുന്നില്ലായിരിക്കാം, നിന്റെ സഭയിൽ ആരും കാണുന്നില്ലായിരിക്കാം, നിങ്ങളുടെ കുടുംബത്തിൽ ആരും കാണുന്നില്ലായിരിക്കാം, പക്ഷേ കേൾക്കുന്നില്ലായിരിക്കാം, പക്ഷേ കാണുന്ന ഒരുവൻ നമ്മുടെ നടുവിലുണ്ട്. അവൻ വിടത്തില്ല. ഹല്ലേലൂയ. അവൻ വിടത്തില്ല. അവൻ തിരിഞ്ഞൊന്ന് നോക്കി പത്രോസിനെ. ഹല്ലേലൂയ. എടാ പത്രോസേ, ഞാൻ നിന്നോട് നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ? ഹല്ലേലൂയ. നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ? എന്നോ പറഞ്ഞോ? എടാ പത്രോസേ, നീ ഇന്ന് എന്നെ 3 വട്ടം തള്ളി പറയും. ഹല്ലേലൂയ. ഇത് ആര് കണ്ടു? യേശു മുന്നമേ കണ്ടിരുന്നു. ഹല്ലേലൂയ. യേശു മുന്നമേ കണ്ടിരുന്നു. പക്ഷേ പത്രോസിനത് അറിയാത്ത. പത്രോസ് ചിന്തിച്ചോ, അയ്യോ ഞാനോ? എൻ്റെ പൊന്നേ, ഹല്ലേലൂയ, ഞാൻ യേശുവിനെ വിട്ടിട്ട് മാറാനോ? ഞാൻ യേശുവിൻ്റെ കൂടെ നടക്കുന്നവനല്ലേ? ഹല്ലേലൂയ. ഞാൻ യേശു കൊള്ളാം, ആരാ നമ്മൾ? ഹല്ലേലൂയ. എന്നാ ചോദ്യം? ഹല്ലേലൂയ. ഞാനും യേശു തമ്മിൽ ആരാണ് നിനക്കറിയത്തില്ല. ഇന്നലെ ഇതാ പറഞ്ഞുകൊണ്ട് നടന്നേ. ഹല്ലേലൂയ. തൊട്ട് മുമ്പേ, മണിക്കൂറുകൾക്ക് മുമ്പേ ഇന്നലകളിൽ, ഹല്ലേലൂയ, യേശുവിൻ്റെ കൂടെ നടന്ന തൊട്ടടുത്ത
മിനിറ്റുകളിൽ കൂടെ നടന്നവൻ ചില സെക്കൻഡുകൾ മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ 1 അല്ല 2 അല്ല 3 വട്ടം യേശുവിനെ അറിയത്തില്ലെന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞ ഒരു പത്രോസിന്റെ ലോകത്തിലോ ഇന്ന് പകൽ ഞാനും നിങ്ങളും ജീവിക്കുന്നതെന്ന് മറക്കരുത്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. പത്രോസ് തള്ളി പറഞ്ഞെങ്കിൽ പിന്നെയാണോ ഞാനും നിങ്ങളുമൊക്കെ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, എടാ യേശുവിൻ്റെ കൂടെ അവൻ കൈ പിടിച്ചുകൊണ്ട് നടന്ന പത്രോസ്, യേശുവിൻ്റെ കൂടെ അവൻ തുള്ളിക്കാടി അവൻ ഓടിക്കളിച്ച് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അവൻ മരിച്ച ലാസറിനെ വിളിച്ചെണീപ്പിച്ച ഓ അത്ഭുതങ്ങളെ ചെയ്ത യേശു കർത്താവിന്റെ വിടുതലുകൾ കണ്ടു. യേശു ചെയ്ത അത്ഭുത പ്രവർത്തികൾ കണ്ടു തിരിച്ചറിഞ്ഞ സകല പ്രിയപ്പെട്ടവരും അമ്മ നോക്കി നിൽക്കുമ്പോൾ ഇതാ പത്രോസ് മണിക്കൂറുകൾ കഴിഞ്ഞില്ല, യേശുവിനെ അറിയത്തില്ല എന്ന് പറഞ്ഞു തള്ളി പറഞ്ഞില്ലേ? ഇന്ന് പകൽക്കാലം കഴിയുമോ നിനക്ക്? കഴിയുമോ യേശുവിൻ്റെ ശിഷ്യനാണെന്ന് പറയുവാൻ? ഇപ്പൊ നല്ല സാഹചര്യമാ, ഇപ്പൊ നല്ലതുപോലെ നടക്കും, കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സാഹചര്യമൊന്ന് പ്രതികൂലമായി നോക്കണം, എവിടെ നിൽക്കുന്നുവെന്ന്. സാഹചര്യമൊന്ന് പ്രതികൂലമായി നോക്കണം, എവിടെ നിങ്ങളാകും. ആമേൻ. നോക്കണം. ഹല്ലേലൂയ. അവൻ കൂടെ കൊണ്ട് നടന്നവരെല്ലാം തള്ളിപ്പറഞ്ഞു, കൂടെ കൊണ്ട് നടന്നു. പത്രോസിനോട് ഒന്നാമത് ഞാൻ നിങ്ങളോട് പറയാം, വേണ്ടാത്ത ശിഷ്യനുമായിട്ടുള്ള ബന്ധമായിരുന്നു പത്രോസിനെ വഴിതെറ്റിച്ചത്. ആമേൻ. വേണ്ടാത്ത ശിഷ്യനുമായുള്ള ബന്ധം. ഞാൻ പറയാം, വേണ്ടാത്ത ശിഷ്യനുമായിട്ട് നിങ്ങൾ ബന്ധം വയ്ക്കരുത്. ബന്ധം യേശുമായി മാത്രമാകട്ടെ, യേശുമായി മാത്രമാകട്ടെ ബന്ധം. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു തിരിച്ചറിവ് പ്രാപിച്ചിട്ട് ദൈവജനം പെടുന്ന മടങ്ങാവും. വേണ്ടാത്ത ശിഷ്യന്മാരുമായിട്ട് നിങ്ങൾ ബന്ധം വേണ്ട. ബന്ധം നേരിട്ട് യേശുമായിട്ട്. സംസാരിക്കരുത്, മിണ്ടരുത്, ചിരിക്കരുത്, കളിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. ആത്മീക ബന്ധം തികച്ചും യേശുമായി മാത്രമാകട്ടെ. അല്ലാത്ത ബന്ധങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കറിയത്തില്ലായിരിക്കാം. പത്രോസിന് അറിയത്തില്ലായിരുന്നു ഇവനെ ഇവിടെയും അവിടെയും കണക്ഷൻ ഉണ്ടെന്ന് പത്രോസിന് അറിയത്തില്ലായിരുന്നു. ഇവൻ ഇവിടെയും അവിടെയും കണക്ഷൻ ഉണ്ട് കാര്യം പത്രോസിന് അറിയത്തില്ല. അതുകൊണ്ട് പത്രോസ് ഇവൻ്റെ കൂടെ യേശുവിൻ്റെ പുറകെ നടന്നത്. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ, ഇവൻ ഇവിടെയും അവിടെയും ബന്ധമുള്ളവൻ നേരെ അതിനകത്ത് കയറിപ്പോയി. പക്ഷെ പത്രോസ് അപ്പോഴും പുറത്ത് നിൽക്കുകയാണ്. പത്രോസിനോട് ചോദിച്ചു, ഇവിടെ പത്രോസേ, നിനക്കകത്തോട്ട് കയറണോ? നീ നിൽക്കുന്നിടത്ത് നിന്നാൽ, അല്ലെങ്കിൽ നീ അവൻ്റെ ശിഷ്യനാണെന്ന് പറഞ്ഞാൽ, നീ യേശുവിൻ്റെ ശിഷ്യനാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല. പക്ഷേ മഹാപുരോഹിതൻ്റെ ആളാണെന്ന് പറഞ്ഞാൽ നിനക്ക് കയറാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ആ ഒരൊറ്റ വാക്കിനകത്ത്, അല്ലേ, അല്ലാതെ ഒരിക്കലും ഈ പത്രോസിനകത്ത് കയറ്റാൻ അവന് പറ്റത്തില്ല. മറ്റേ ശിഷ്യൻ വന്ന് ഈ വാതിൽ കാവൽക്കാരത്തിയോട് പറഞ്ഞാണ്, ഇവനും മഹാപുരോഹിതന് വേണ്ടപ്പെട്ട ഒരുവനാണ്, എൻ്റെ കൂട്ടുകാരനാണ്, അറിയാമെന്ന് പറഞ്ഞാണ്. ഹല്ലേലൂയ. അല്ലാതെ ഒരിക്കലും പത്രോസിനകത്ത് കയറ്റുമോ? ഇല്ല, ഒരിക്കലും കയറ്റത്തില്ല. അപ്പോൾ പത്രോസിനോട് ചോദിച്ചു കാണും. പത്രോസിനോട് പറഞ്ഞു, എടാ, ഇപ്പോൾ ഒരിക്കലത്തേക്ക് യേശു അകത്തിരിക്കുകയല്ലേ, നീ ഒരു കാര്യം ചെയ്യ്, നീ ഞാൻ എൻ്റെ കൂട്ടുകാരനാണെന്ന് പറ. ആമേൻ. എൻ്റെ കൂട്ടുകാരനാണെന്ന് പറ. ഒരിക്കലത്തേക്ക് പറ, എൻ്റെ കൂട്ടുകാരനാണെന്ന് പറ. യേശുവിനെ അങ്ങ് തള്ളിപ്പറ. യേശുവിനെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം. ഇപ്പം നീ പറ, എൻ്റെ കൂട്ടുകാരനെ നമുക്ക് അകത്തോട്ട് കയറണമെങ്കിൽ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ചോദിക്കാം, ഇതുപോലത്തെ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കടന്നു വരും. ഇതുപോലത്തെ ഈ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കടന്നു വന്ന് കാണും. അല്ലെങ്കിൽ ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇനി കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. ആ സാഹചര്യത്തിനകത്ത് വിളിച്ചു പറയണം. അതിനകത്ത് നിങ്ങൾ നിലയുറപ്പിച്ചാൽ തള്ളിപ്പറയേണ്ടി വരത്തില്ല. പറയണം,
എടാ ഞാൻ നോക്കി നിൽക്കുന്നതേ ഇവിടത്തെ മഹാപുരോഹിതനെയോ അല്ലെങ്കിൽ ദേ കാണുന്ന ഇപ്പോൾ എൻ്റെ മുമ്പിൽ കാണുന്ന യേശുവിനെയോ അല്ല, എൻ്റെ മുമ്പിൽ കാണുന്ന പാസ്റ്ററിനെയോ, എൻ്റെ മുമ്പിൽ കാണുന്ന ഒരു വ്യക്തിയോ, എൻ്റെ മുമ്പിൽ കാണുന്ന അധികാരങ്ങളെയോ, എൻ്റെ മുമ്പിൽ കാണുന്ന വാഴ്ചകളെയോ അല്ല ഞാൻ നോക്കി നിൽക്കുന്നത്. സ്തോത്രം. എന്നെ നിർത്തുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്നെ നിർത്തുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. അവൻ്റെ മുഖത്തേക്ക് നോക്കിയാ ഞാൻ നിൽക്കുന്നത്. അല്ലാതെ ലോകത്തിൻ്റെ ഒരുവൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ വിശ്വാസത്തെ തള്ളിക്കളയുകയില്ല. ഈ ലോകത്തിൻ്റെ ഒരുവൻ എന്നെ വിളിച്ചാൽ ഞാൻ അവൻ്റെ കൂടെ പോകത്തില്ല. ഈ ലോകത്തിലെ ഒരുവൻ എന്നെ പുറകെ നടന്ന് വിളിച്ചാലും ഞാൻ അവൻ്റെ കൂടെയുള്ളവനല്ല, ഞാൻ എൻ്റെ യേശുവിൻ്റെ കൂടെയുള്ളവനാ. ചങ്കൂറ്റത്തോടെ പറയാൻ കഴിവുള്ള ഒരു ദാസനുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ചങ്കൂറ്റത്തോടെ പറയാൻ കഴിവുള്ള ഒരു ശിഷ്യനുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ആത്മാവിൽ കൈമാറാം. അവനെ ആ തമ്പുരാന് ആവശ്യം. ഹല്ലേലൂയ. അവനെ ആ തമ്പുരാൻ ആവശ്യം. അല്ലാതെ തള്ളിപ്പറയുന്നവനെയല്ല, വേണ്ടെന്ന് പറയുന്നവനെയല്ല, അറിയത്തില്ലെന്ന് പറയുന്നവനെയല്ല. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ ഒരു നല്ല ശിഷ്യനായി നിങ്ങൾ മാറുമോ? നീയും അവൻ്റെ ശിഷ്യനോ എന്നുള്ള ചോദ്യത്തിന് ഇന്ന് പകൽക്കാലം മറുപടി കൊടുത്തിട്ടേ മടങ്ങാവൂ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം മറുപടി പറഞ്ഞിട്ടേ മടങ്ങാവൂ. പത്രോസ് ഒന്നാമത് ബാല്യക്കാരത്തിയുടെ മുമ്പിൽ യേശുവിനെ തള്ളി പറഞ്ഞു. ഹല്ലേലൂയ. രണ്ടാമത് ദാസന്മാരുടെയും സേവകരുടെയും മുമ്പിൽ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. മൂന്നാമത് തൻ്റെ ശത്രുവിൻ്റെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഹല്ലേലൂയ. ഈ മൂന്ന് കൂട്ടങ്ങളുടെ നടുവിൽ പത്രോസ് യേശുവിനെ തള്ളിപ്പറയുവാണ്ടേ തീർന്നോ? അയ്യോ എനിക്കറിയത്തില്ല, യേശുവിനെ എനിക്കറിയത്തില്ല. എടാ ഇന്നലെ നീ അവൻ്റെ കൂടെ നടന്നില്ലേ? കുറച്ച് മുമ്പേ നീ യേശുവിൻ്റെ കൂടെ നടന്നവനല്ലേ? എടാ യേശുവിൻ്റെ കയ്യിൽ നിന്ന് നീ ചിലതൊക്കെ നേടിയതല്ലേ? നീ ഒരു കൂട്ട അപ്പം എടുത്ത് നിന്റെ തലയിൽ പിടിച്ചു തന്നല്ലേടാ? എന്നിട്ട് നീ അതൊക്കെ മറന്ന് കളഞ്ഞില്ലേ എന്ന് സ്തോത്രം യേശുവിന് വേണമെങ്കിൽ ചോദിക്കാം. ആമേൻ. പക്ഷേ യേശു ചോദിച്ചോ? യേശു ചോദിച്ചില്ല. ഹല്ലേലൂയ. യേശുവിനറിയാം. ഇവിടെ നമുക്കൊരു പ്രത്യേകത കൂടെ കൊണ്ട്. ഹല്ലേലൂയ. ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും ഇവൻ്റെ ഉള്ളത്തിനകത്ത് യേശു ഉണ്ടായിരുന്നു കേട്ടോ. ഹല്ലേലൂയ. അതുമാത്രമായിരുന്നു ഇവൻ്റെ രക്ഷ. നമ്മളാണെങ്കിൽ ചിലപ്പോൾ അതും കാണത്തില്ലായിരുന്നു. ഹല്ലേലൂയ. നമ്മളാണെങ്കിൽ ചിലപ്പോൾ അതും കാണത്തില്ല. സ്തോത്രം. വിളിക്കുന്നവൻ മാത്രം മതി എന്ന് പറഞ്ഞു പോവുകയാണ്. ഹല്ലേലൂയ. പക്ഷേ അവൻ ഇതൊക്കെ ഒരിക്കൽ സംസാരിക്കുന്നെങ്കിലും ഇവൻ ആ വാതിൽ കാവൽക്കാരത്തെ പറഞ്ഞു, എടാ നിനക്ക് നീ അവൻ്റെ കൂടെ ഉള്ളവരല്ലേ? അപ്പോൾ വാതിൽ കാവൽക്കാരത്തിയോട് പറഞ്ഞോ, ഏയ് അല്ലല്ല. പക്ഷെ ഇവൻ അവിടെ നിന്നോട്ടും യേശുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി കാണും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തള്ളിപ്പറഞ്ഞിട്ടും അവൻ യേശുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. രണ്ടാമത് ചൂട് കാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവരും ചോദിച്ചു, എടാ നീ അവൻ്റെ കൂടെ ഉള്ളവനല്ലേ? നീ ഇന്നലെ അവൻ്റെ കൂടെ നടക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ. അവൻ പറഞ്ഞു ഇല്ല. പക്ഷെ പത്രോസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ യേശുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ നല്ല കർത്താവിൻ്റെ മുഖത്തേക്ക് അവനൊന്ന് നോക്കി കാണും. എൻ്റെ തമ്പുരാനെ ഞാൻ തള്ളിപ്പറയുന്നത് ഈ സാഹചര്യങ്ങൾ കൊണ്ടാണല്ലോ എന്നവൻ പശ്ചാത്തപിച്ചു. ഹല്ലേലൂയ. എന്നവൻ പശ്ചാത്തപിച്ചു പോയി. അവൻ പശ്ചാത്തപിച്ചു കാണും. മൂന്നാമത് സ്വസ്ത്രം. ഹല്ലേലൂയ. ശത്രു അവനോട് ചോദിച്ചു, നിന്നെ ഞാൻ അവൻ്റെ കൂടെ കണ്ടതല്ലേ? അവൻ പറഞ്ഞു ഇല്ല. പക്ഷെ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൻ യേശുവിൻ്റെ മുഖത്തേക്ക് അവൻ നോക്കി. ഹല്ലേലൂയ. ഇല്ല എന്ന് പറഞ്ഞിട്ടും യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ഇവൻ കാണിച്ച ആ ആഗ്രഹത്തെ ദൈവം മാനിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം തള്ളിപ്പറഞ്ഞ സാഹചര്യങ്ങൾ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. ഇതിനകത്തായിരിക്കുന്ന പലരെയും ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പലരും പല സാഹചര്യങ്ങളുടെ നടുവിൽ പല സർട്ടിഫിക്കറ്റുകളുടെ നടുവിൽ, ഹല്ലേലൂയ, അങ്ങനെയൊക്കെ പറയുന്നതാണ് നല്ലത്. ഹല്ലേലൂയ. സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി സ്തോത്രം. ഹല്ലേലൂയ. ഞാനവിടെ പോകത്തേയില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇവിടത്തെ ആൾ തന്നെയാണ്, ഞാൻ അവിടുത്തെ ആളല്ല കേട്ടോ. അല്ലേ? കാരണം എന്താ? സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണമല്ലോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സർട്ടിഫിക്കറ്റ് വാങ്ങണമല്ലോ. അതുകൊണ്ട് ഞാൻ അവിടുത്തെ ആളല്ല, ഞാൻ ഇവിടുത്തെ ആൾ തന്നെയാണ്. പക്ഷേ വൈകുന്നേരമാകുമ്പോൾ നേരെ അവിടെ കാരണം അവിടെ വിടുതലുണ്ട്. പ്രൈസ് ദി ലോർഡ്.
അവിടെ വിടുതലുണ്ട്, ഇവിടെ അതില്ല, ഇവിടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സഹോദരൻ, ഞാൻ നിങ്ങളോട് കാണുന്ന സർട്ടിഫിക്കറ്റ് വേണോ വിടുതൽ വേണോ എന്നുള്ളതല്ല എൻ്റെ ചോദ്യം. അമ്മ കർത്താവിൻ്റെ നല്ല ശിഷ്യനായി മാറുമോ നിങ്ങൾ? എനിക്കതാ അറിയേണ്ടത്. ഹല്ലേലൂയ. അമ്മ സർട്ടിഫിക്കറ്റും വേണ്ട, വിടുതലും വേണ്ട, ഒന്നുമില്ലെങ്കിലും ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ ശിഷ്യനായി മാറണം നീ. ആമേൻ. ഇന്ന് പകൽക്കാലം ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുമ്പേ നിങ്ങൾ ഇതിനകത്ത് ഒരു മറുപടിയുമായിട്ട് വേണം പോകാൻ. ഹല്ലേലൂയ. ഈ 21 നാൾ ഇരിക്കുന്നത് നല്ലതാ. കഴിഞ്ഞ ഡിസംബറിൽ 1-ാം തീയതി തൊട്ട് 21-ാം തീയതി വരെ ഞാനും ഇരുന്നതാ. ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഇരിക്കണമെന്നാണ് പദ്ധതി തീരുമാനിച്ചിരുന്നത്. പക്ഷേ എനിക്കറിയാം ഇവിടുത്തെ സാഹചര്യങ്ങൾ പറ്റത്തില്ല. കാരണം എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടതുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇടുക്കിയിൽ അങ്ങിരുന്നു. ഹല്ലേലൂയ. അവിടെ ഇരുന്നു. സ്തോത്രമല്ല. അതുപോലെ ഇവിടെ ഇരിക്കുന്നതൊക്കെ നല്ലതാ. പക്ഷേ ഇത് കഴിയുമ്പോൾ തീരുമാനം വേണം. ഹല്ലേലൂയ. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തീരുമാനത്തോടെ ഇറങ്ങണം. ഞാനും എൻ്റെ അപ്പൻ്റെ ഒരു നല്ല ശിഷ്യനാ. പത്രോസിനെ പോലെ അല്ല. ഹല്ലേലൂയ. ആരെ പോലെയല്ല? പത്രോസിനെ പോലെയല്ല. പിന്നെ ആമേൻ സ്തോത്രം. അതിലും അപ്പുറമായി ഒരു നല്ല ശിഷ്യനായി മാറട്ടെ. അതിലപ്പുറമായി ഒരു നല്ല ശിഷ്യനായി നിങ്ങൾ തീരട്ടെ. തീർന്നാൽ എന്താ ഗുണം? തീർന്നാൽ എന്താ ഗുണം? തീർന്നാൽ എന്താ ഗുണം? നല്ല ശിഷ്യനായി മാറിയാൽ എന്താ ഗുണം? വായിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ഒരു ഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാമത്തെ 15, 16, 17 വാക്യങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അതിൻ്റെ 15-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. 1-ാമത്തെ പ്രാവശ്യം യേശു ശീമോനോട് ചോദിക്കുന്നു, ശീമോനെ, നീ തള്ളിപ്പറഞ്ഞു, അതൊക്കെ ശരിയാ. അതിനുശേഷമായി ഞാൻ വേഗത്തിൽ ഒന്ന് പറഞ്ഞു വരാം. ഈ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. പത്രോസ് അവിടെ നിന്ന് കടന്നുപോയി. പിന്നത്തേതിൽ യേശുവിൻ്റെ ക്രൂശീകരണം ആണ് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. യേശുവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞു. യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ശിഷ്യന്മാരുടെ മുമ്പിൽ വെളിപ്പെട്ട് കഴിഞ്ഞു. ആ സമയത്ത് കാണുന്ന ഒരു വായിക്കുന്ന ആ സമയത്ത് നടക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഹല്ലേലൂയ. നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ പത്രോസ് 3 വട്ടം യേശുവിനെ തള്ളിപ്പറഞ്ഞത് യേശു കണ്ടതല്ലേ? ഹല്ലേലൂയ. യേശു കണ്ടതാ, യേശു അറിഞ്ഞതാ. 3 വട്ടം യേശുവിനെ തള്ളിപ്പറഞ്ഞത് യേശു കണ്ടു. ഹല്ലേലൂയ. യേശു കേട്ടില്ല, യേശു തൻ്റെ കണ്ണുകൊണ്ട് ആത്മദൃഷ്ടിയിൽ കണ്ടു. ഹല്ലേലൂയ. പത്രോസ് തള്ളിപ്പറയുന്നത് യേശു കണ്ടു. യേശു കണ്ടു. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, കൂടെയുണ്ടായിരുന്ന 10 ശിഷ്യന്മാർ ബാക്കി നിൽക്കുകയല്ലേ? കൂടെയുണ്ടായിരുന്ന 10 ശിഷ്യന്മാർ പിന്നെയും ബാക്കി നിൽക്കുകയാ. എന്നിട്ടും യേശു പത്രോസിനെ മാത്രം വിളിച്ചിട്ട് ചോദിച്ചു, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ കൊടുത്ത മറുപടി, ഉവ്വ് കർത്താവേ, എനിക്കും നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. എന്ന് ഞാൻ പറയുന്നു എന്നല്ല പത്രോസ് പറഞ്ഞു, എന്ന് നീ അറിയുന്നുവല്ലോ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഇന്ന് ആരറിയണം നിനക്ക് യേശുവിനോട് സ്നേഹമാണെന്ന്, നിനക്ക് യേശുവിനോട് പ്രിയമുണ്ടെന്ന്, നിനക്ക് യേശുവിനോട് സ്നേഹമുണ്ടെന്ന്, ഇഷ്ടമുണ്ടെന്ന് ആര് പറയണം? നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ല. അവിടെ നിങ്ങോട്ട് പറയണം. ഹല്ലേലൂയ. അവിടെ നിങ്ങോട്ട് പറയണം. നിനക്ക് അവിടെയുമായൊരു കണക്ഷനുണ്ട്, അതോ നിനക്ക് ഇവിടെയുമായാണോ കണക്ഷൻ, നിനക്ക് അവിടവുമായാണോ കണക്ഷൻ എന്ന് തമ്പുരാന് നല്ലതുപോലെ അറിയാം. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഈ ലോകത്തിലെ ഒരു വ്യക്തിയോട് നിനക്ക് പ്രിയം വേണ്ട, ഈ ലോകത്തിലെ ഒരു വ്യക്തിയോട് നിനക്ക് സ്നേഹം വേണ്ട. ഈ ലോകത്തിലെ ഒരു വ്യക്തിയെ നീ സ്നേഹിച്ചത് കൊണ്ട് നിന്റെ ആത്മീക ജീവിതം മഹത്വപ്പെടണമെന്നില്ല. പക്ഷെ നിനക്ക് ദൈവവുമായിട്ടാണ് സ്നേഹമെങ്കിൽ കൂടെയുള്ള 10 ശിഷ്യന്മാർ ഓരോന്നോരോന്നായി മാറി നിൽക്കുമ്പോൾ നിന്റെ ആത്മാവിന്റെ സ്നേഹത്തെ കാണുന്ന ഒരു ദൈവമുണ്ട്. അവൻ ബാക്കി 10 പേരെ മാറ്റി നിർത്തിയിട്ട് നിന്നെ മാത്രം തിരഞ്ഞെടുത്തു. അവൻ നിർത്തും.
കൂടെയുണ്ടായിരുന്ന 10 പേരെ അവൻ മാറ്റി നിർത്തിയിട്ട് പത്രോസിനെ മാത്രം വിളിച്ചിട്ട് ചോദിക്കുന്നു, പത്രോസേ, നിനക്ക് ഇവരെക്കാൾ അധികം എന്റെ പ്രിയമുണ്ടോ? എന്നെ സ്നേഹിക്കുന്നോ? പത്രോസ് പറഞ്ഞു, കർത്താവേ, അത് നീ അറിയുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ പറഞ്ഞിട്ടല്ല കർത്താവ് അറിയണ്ടേ. ആമേൻ. കർത്താവ് ഇങ്ങോട്ട് പറയണം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം ഇപ്പോൾ നമുക്കാ പറയാൻ ഇഷ്ടം. ഹല്ലേലൂയ. നമ്മളാ പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പൊന്നി സ്തോത്രം, നമ്മളൊക്കെ കർത്താവിൻ്റെ അടുത്ത ആളാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മൾ അങ്ങോട്ട് പറയുന്നത്, നമ്മൾ കൂടെ നിൽക്കുന്നവരോട് അങ്ങോട്ട് പറയുക. ഞാൻ എത്ര കാലമായെന്നറിയാമോ പാരമ്പര്യങ്ങൾ നമുക്ക് പറയുവാനുണ്ട്. പാരമ്പര്യങ്ങൾ എത്ര വർഷമായി, എത്ര വർഷമായി, 10-20-40 വർഷമായി ഞാൻ കർത്താവിൻ്റെ പുറകെ നടക്കുന്നു. ഹല്ലേലൂയ. ഇത് നമ്മൾ അങ്ങോട്ട് പറയുകയല്ല ചെയ്യേണ്ടത്. കർത്താവ് ഇങ്ങോട്ട് പറയണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ ഈ ലോകത്തിനകത്ത് ലോകത്തിനകത്ത് പോലും നമുക്ക് മാന്യതയില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനൊരു അനുഭവം പറയും കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ രാജാക്കാട് പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ദിവസം ഞാൻ ഉള്ളതുപോലെ പറയാം. അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ഞാനിങ്ങനെ ഒരു ബസ്സിൽ ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടാണ് ഞാൻ കയറിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സീറ്റ് മറ്റാർക്കും മാറിക്കൊടുക്കേണ്ട കാര്യമില്ല. സ്തോത്രം. യഥാർത്ഥത്തിലും ഈ സീറ്റ് മറ്റാർക്കും മാറിക്കൊടുക്കേണ്ട, ഞാൻ റിസർവേഷൻ പൈസ കൊടുത്ത് ബുക്ക് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനങ്ങനെ ബസ്സിൽ കയറി യാത്ര ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു മാതാവ്, പെന്തക്കോസ്ത് മാതാവ്, പ്രൈസോട് അങ്ങനെ തന്നെ ഞാൻ പറയും. ഹല്ലേലൂയ. പെന്തക്കോസ്ത് മാതാവ് നല്ല ആഭരണമൊക്കെ മാറ്റി ദൈവത്തെ ആരാധിക്കുന്ന കണ്ടപ്പോൾ തന്നെ ഒരു പെന്തക്കോസ്ത് മാതാവാണ്. സ്തോത്രം. കയറി വന്നു. ഈ ഫ്രണ്ടിലോട്ടുള്ള സീറ്റിലായിരിക്കുന്നത്. കാരണം ബാക്കിലാകുമ്പോൾ ഇത്തിരി ഷേക്ക് കൂടിയില്ല, ഇടിയിട്ടും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിലോട്ടുള്ള സീറ്റിലോട്ടിരിക്കും. അപ്പോൾ ഇവിടെ കയറിയിരുന്നപ്പോൾ എൻ്റെ കൂടെ വേറൊരു സഹോദരനോടായിരുന്നു തോന്നുന്നു. അപ്പോൾ ആ സഹോദരൻ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു, ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അമ്മച്ചി കയറി വന്നിട്ട് ഒരു അമ്മച്ചി കയറി വന്നിട്ട് അവിടെ കിടന്ന് ഒരു സ്റ്റെപ്പ് ബഹളം അങ്ങോട്ട് വെച്ചിട്ട്, പെണ്ണുങ്ങളെ സീറ്റിൽ കയറിയിരിക്കുന്നു, ആണുങ്ങളെ സീറ്റിലിരിക്കാതെ. അമ്മച്ചിക്ക് അറിയത്തില്ല ചേട്ടാ. സീറ്റ് എല്ലാം റിസർവേഷനാണ്, കംപ്ലീറ്റ് റിസർവേഷൻ. അപ്പോൾ അതിൽ പെണ്ണുങ്ങളുടെ സീറ്റ് ആണുങ്ങളുടെ സീറ്റ് എന്നൊരു സീറ്റ് ഇല്ല. അപ്പോൾ ഇത് അമ്മച്ചിക്ക് അറിയത്തില്ല. അമ്മച്ചി പറഞ്ഞു, പുറകിൽ ഇത്രയും സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു, അങ്ങോട്ട് ചെന്നിരുന്നു കൂടി നിങ്ങൾക്ക് ആണുങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ഇത്രയും ആൾക്കാർ നിൽക്കുമ്പോൾ യാതൊരു വിധമായ കൗശലമില്ലാതെ അമ്മച്ചിയുടെ ഷോട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ മിണ്ടാതെ തന്നെ ഇരുന്നു. പെട്ടെന്ന് നമ്മളെ കണ്ടക്ടർ സാറ് ഓടി വന്നിട്ട്, അമ്മച്ചി നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോളൂ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഹല്ലേലൂയ. അപ്പോൾ ഈ അമ്മച്ചി ഇവിടെ എൻ്റെ അടുത്തിരുന്നു. ഈ അമ്മച്ചി നെയ്യാറ്റിൻകര ഭാഗത്തുള്ളതായിരുന്നു. അങ്ങനെ കയറിയതാണ്, കോട്ടയത്ത് അവിടെ നിന്ന് കയറിയതാണ്. അപ്പോൾ ഈ അമ്മച്ചി എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാനിങ്ങനെ മിണ്ടാതെ ഇരിക്കുന്നത് കണ്ട് അമ്മച്ചിക്കൊരു സംശയം, ഇനി ഇതുമല്ല ദൈവദാസമല്ലോ ആണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അമ്മച്ചി കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ച് തുടങ്ങി. മക്കൾ എവിടെ പോയിട്ട് വരുന്നു? ഞാൻ പറഞ്ഞു, ഞാൻ രാജാക്കാട്. അപ്പം ഞാനൊന്നും മിണ്ടിയില്ല, ഞാൻ അങ്ങോട്ടൊന്നും മിണ്ടിയിട്ടില്ല. സ്തോത്രം. എവിടെ പോയിട്ട് വരുന്നു? ഞാൻ രാജാക്കാട് പോയിട്ട് വന്നു. എന്താ അവിടെ? ഞാൻ പറഞ്ഞു, ഞാൻ ഒരു പാസ്റ്ററാ. ഓ, അമ്മച്ചിയുടെ സകല ജീവനും പോയി. ഹല്ലേലൂയ. കണ്ടുപിടിക്കപ്പെട്ടു പോയല്ലോ. പ്രൈസ്. ഇതുപോലെ ആകരുത് ഒരു ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. പിന്നെയോ ഒരു സാക്ഷ്യം ഉള്ള ജീവിതം ആകട്ടെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം. നീ ഒരു യേശുവിൻ്റെ ശിഷ്യനാണെന്ന് നിന്നെ കാണുന്നവർ തിരിച്ചറിയണം. ഹല്ലേലൂയ. അല്ലാതെ എന്തൊരു ജീവിതമാണെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അല്ല നമ്മൾ ഈ വെറുതെ തുള്ളിച്ചാടി കാണും സംഭവം. ഞാനൊന്ന് പറയണേ, എന്താ പറയാ. ഹല്ലേലൂയ. ഈ പരിപാടികളൊന്നും ഒരു കാര്യമില്ല. നീ യഥാർത്ഥ ശിഷ്യനാണെന്ന് ലോകത്തിൻ്റെ മുമ്പിൽ സ്തോത്രം നിങ്ങൾ തെളിയിക്കണം. ഹല്ലേലൂയ. അതാണ് സാക്ഷ്യമെന്ന് പറയുന്നത്. ആമേൻ. ആമേൻ. എത്ര പേർക്ക് ചങ്കൂറ്റത്തോടെ പറയുവാൻ കഴിയും, ഞാനൊരു യഥാർത്ഥ ശിഷ്യനാ, എൻ്റെ സ്വഭാവം കണ്ടാൽ മറ്റുള്ളവർ പറയണം നീ ഒരു യഥാർത്ഥ ശിഷ്യനാണെന്ന്. സ്തോത്രം. നീ ഇവിടെ മറ്റുള്ളവരുടെ മുമ്പിൽ ആലയത്തിനകത്ത് തെളിയിച്ചത് കൊണ്ട് കാര്യമായില്ല കേട്ടോ. ആലയത്തിനകത്ത് ഞാനൊരു നല്ല കുട്ടിയാ, ആലയത്തിനകത്ത് നീ എങ്ങനെയായിരുന്നാലും എനിക്കത് വിഷയമല്ല. പക്ഷേ ഞാൻ പറയാം,
കർത്താവിന് അതൊക്കെ വിഷയമാണ്. ഹല്ലേലൂയ. നിനക്ക് ചിലപ്പോൾ പാസ്റ്ററിനെ വിളിച്ചേക്കാം, അല്ലെങ്കിൽ ഇവിടെ കൂടെ നടക്കുന്ന കുടുംബക്കാരെ വിളിച്ചേക്കാം, മറ്റു പലരെയും വിളിച്ചേക്കാം. പക്ഷേ ഞാൻ പറയട്ടെ, യേശുവിനെ ഒളിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഇതിനകത്ത് നിങ്ങൾ എങ്ങനെയായിരുന്നോ അതുപോലെ ആയിരിക്കണം പുറത്തുള്ള ജീവിതം. ഹല്ലേലൂയ. പുറത്തുള്ള നടപ്പും അതുപോലെ ആയിരിക്കട്ടെ. പുറത്തുള്ള യാത്ര അതുപോലെ ആയിരിക്കട്ടെ. നിങ്ങളുടെ യാത്രകൾ നിങ്ങൾ തെളിയിക്കണം, ഞാനൊരു യേശുവിൻ്റെ ശിഷ്യനാ. നിങ്ങളുടെ നടപ്പുകൾ നിങ്ങൾ തെളിയിക്കണം, ഞാനൊരു യേശുവിൻ്റെ മകനാ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ തെളിയിച്ച് കാണിക്കണം, ഞാനൊരു യേശുവിൻ്റെ മകനാ, മകളാണെന്ന് നിങ്ങൾ തെളിയിക്കണം. അതായിരിക്കണം ക്രിസ്തീയ ജീവിതം. ആമേൻ. അല്ലാത്ത ഒരു ജീവിതം ഞാൻ പറയത്തില്ല, ഞാനത് ശരിയാണെന്ന് ഒരിക്കലും പറയത്തില്ല. അല്ലാത്ത ആരാധനയും ശരിയല്ല. ഹല്ലേലൂയ. അല്ലാത്ത നീ ചുള്ളിക്കളിച്ച് ചാടിക്കളിച്ചിട്ട് എന്ത് ഗുണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഹല്ലേലൂയ. യാതൊരു ഗുണവുമില്ല പ്രിയമുള്ളവരെ. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയുകയാണ്, ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സാക്ഷ്യമുള്ള ഒരു ജീവിതമായി മാറണം. ഹല്ലേലൂയ. അല്ലാതെ ഇവിടെ ഒന്ന് വന്നിരുന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് പുറത്തിറങ്ങി മറ്റു പലതും ചെയ്തുകൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടാത്ത വഴികളിലൂടെ വായ് തുറന്നാൽ അസഭ്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരെ കണ്ടവനാ ഞാൻ. എനിക്ക് നല്ലതുപോലെ അറിയാം. അതുപോലെ ആകരുത് ദൈവവചനത്തിൻ്റെ ക്രിസ്തീയ ജീവിതം. തികഞ്ഞ ആത്മാവിലുള്ള ജീവിതമാകട്ടെ നമ്മുടെ ജീവിതം. ഹല്ലേലൂയ. വിശുദ്ധിയോടെ ജീവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി ഒരുങ്ങുക. അത് ഈ 60, 70, 80 വയസ്സ് വരെയാണ് നമ്മൾ ഈ ലോകത്തിനകത്ത് ജീവിക്കുന്നത്. ഹല്ലേലൂയ. അതിനകത്ത് നിങ്ങൾ സകലതും അനുഭവിച്ചോ. സകലതും നിങ്ങൾക്ക് വേണ്ടി ദൈവം തരും. ഒന്നിനും ദൈവം കുറവ് വരുത്തുകയില്ല. പക്ഷേ യേശുവിനെ മറക്കരുത്. ഹല്ലേലൂയ. യേശുവിനെ വിട്ടുകളയരുത്. യേശുവിൻ്റെ സ്നേഹത്തെ ഒന്ന് മുറുകെ പിടിച്ചിട്ട് വേണം ഈ ദിവസങ്ങൾ നിങ്ങൾ മുന്നോട്ട് പോകുക. അല്ലാതെ യേശുവിനെ മറന്നു കളഞ്ഞിട്ട് പുറത്തിറങ്ങി തോന്നിയതുപോലെ ചെയ്യുക. പലരെയും എനിക്കറിയാം. ഇതിനകത്ത് വന്ന് ദൈവസന്നിധിയിൽ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും സ്നാനപ്പെടുകയും കർത്തൃമേശ എടുക്കുകയും പുറത്തു പോയി മദ്യപിക്കുകയും സിഗരറ്റ് വലിക്കുകയും പാപം ചെയ്യുകയും ചെയ്യുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരെ കണ്ടു വളർന്നവനാ ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനത് ഉറപ്പോടെ പറയും. ഞാനും അങ്ങനെ ആയിരുന്നതാ. പ്രൈസ് ദി ലോർഡ്. ഇനിയിപ്പോൾ അതിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഞാനും അങ്ങനെ ആയിരുന്നവനാ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് പറയാൻ ഒരു മടിയുമില്ല. സ്തോത്രം. ഞാനും അങ്ങനെ ആയിരുന്നവനാ. പക്ഷേ ഞാൻ പറയാം സ്തോത്രം, ഇത് യഥാർത്ഥമായി എടുക്കാൻ തുടങ്ങിയ അന്ന് തൊട്ട് ഹല്ലേലൂയ ഞാൻ പറയും സ്തോത്രം. ഹല്ലേലൂയ. ഞാനിത് ശക്തമായി എതിർക്കും. ഹല്ലേലൂയ. ഞാൻ തീരുമാനിച്ച ഒരു കാര്യം, ഇത് എടുത്താൽ ഞാൻ എതിർക്കും, ഇത് വച്ചാൽ ഞാൻ പറയും ഞാൻ വീണുപോയി എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഹല്ലേലൂയ. അല്ലാതെ ഇത് ഞാൻ കൊണ്ട് നടക്കുകയില്ല. ഹല്ലേലൂയ. അല്ലാതെ ഇത് ഞാൻ കൊണ്ട് നടക്കുകയില്ലെന്ന് കർത്താവിനോട് വാക്ക് കൊടുത്തിട്ടാണ് ഞാനിത് എടുത്തത്. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്കറിയാം ഇന്ന് എനിക്ക് ഉറപ്പോടെ ചങ്കൂറ്റത്തോടെ പത്രോസിനെ പോലെ പറയുവാൻ കഴിയും, കർത്താവേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നുവെന്ന് അങ്ങേക്ക് നല്ല ബോധ്യമുണ്ടല്ലോ. ഹല്ലേലൂയ. അവിടുന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ചോദ്യം ഇങ്ങോട്ട് വന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, കൂടെയുള്ള 10 പേർ നോക്കി നിൽക്കുകയാ, അവരോടൊന്നും ചോദിക്കുന്നില്ല തമ്പുരാൻ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ചോദ്യം ഇങ്ങോട്ട് വരുന്നെങ്കിൽ ഓർത്തോ, തമ്പുരാൻ അറിഞ്ഞിട്ട് തന്നെയാ ചോദിക്കുന്നത്. ഹല്ലേലൂയ. അറിയാത്തൊരു ചോദ്യം ഇങ്ങോട്ട് വരത്തില്ല. നീ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന്, നീ ദൈവത്തിനെ സ്നേഹിക്കുന്നത് തമ്പുരാന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് കർത്താവ് ചോദിച്ച, കർത്താവേ എനിക്ക് നിനക്കെന്നോട് സ്നേഹമുണ്ടെന്ന് കർത്താവേ പത്രോസിനോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, കർത്താവ് അത് അങ്ങേ അറിയുന്നുവല്ലോ, അങ്ങേക്ക് എന്നോട് പ്രിയമുണ്ട്, അങ്ങയോട് എനിക്ക് പ്രിയമുണ്ട് എന്ന് ദൈവം അറിയുന്നുവല്ലോ. ആമേൻ. സ്തോത്രം. പത്രോസ് ഒരു വാക്ക് പറഞ്ഞു. യേശു കർത്താവ് പറഞ്ഞു, പത്രോസ് നീ ഒരിക്കൽ പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ വിടത്തില്ല. ഹല്ലേലൂയ. കാരണം നീ 3 വട്ടം തള്ളിപ്പറഞ്ഞു, അതുകൊണ്ട് നീ 3 വട്ടം നീ എനിക്കിതിനുള്ള മറുപടിയും തരണം. ഹല്ലേലൂയ. പത്രോസിനോട് യേശു 2ാമത് ചോദിച്ചു. അതിൻ്റെ 16ാമത്തെ വാക്യം, യോഹന്നാൻ്റെ മകനായ ശീമോനും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ അതിനവൻ, ഓ കർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതിൻ്റെ കൂടെ
അമ്മ ഈ പ്രിയമുണ്ട് എന്ന് കർത്താവിന് അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഒരു മറുപടി ഇവന് വേണ്ടി കൊടുക്കുവാൻ എത്തുന്നു. സ്തോത്രം. എന്താണെന്നറിയാമോ? എൻ്റെ കുഞ്ഞാടുകളെ, എൻ്റെ ആടുകളെ മേയ്ക്ക. ഹല്ലേലൂയ. എൻ്റെ ആടുകളെ മേയ്ക്ക. അമ്മ മൂന്നാമതും അവനോട് പറഞ്ഞു, മൂന്നാമത് അവനോട്, യോഹന്നാൻ്റെ മകനാ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചോ? എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമത് ചോദിക്കുക പത്രോസ് ദുഃഖിച്ചോ? അവൻ, കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്ക എന്ന് യേശു അവനോട് പറഞ്ഞു. ഹല്ലേലൂയ. എൻ്റെ ആടുകളെ മേയ്ക്ക എന്ന് ആരോട് പറഞ്ഞോ? യേശു കർത്താവ് പത്രോസിനോട് പറഞ്ഞോ. നോക്കണമേ, അമ്മ തന്നെ ഒറ്റിക്കൊടുക്കാത്ത മറ്റ് 10 പേർ കൂടെ നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ഒരിക്കലും തള്ളിപ്പറയാത്ത മറ്റ് 10 പേർ കൂടെ നടപ്പുണ്ട്, കൂടെ നിൽക്കുകയാ. അമ്മൻ ഒരേ ലൈനിൽ നിൽക്കുകയാ. അവർ ചിന്തിച്ചു, പത്രോസ് തള്ളിപ്പറഞ്ഞവനാ, അതുകൊണ്ട് പത്രോസിനെ ഇനി യേശു സ്നേഹിക്കത്തില്ല. ഹല്ലേലൂയ. ഇതാ നമ്മുടെ ചിന്ത. ഹല്ലേലൂയ. നമ്മൾ ആരെങ്കിലും ഒരിടത്ത് വീണാ നമ്മൾ അവൻ അവിടെ ഇട്ട് ചവിട്ടാനാണ് നോക്കുന്നത്. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് പകൽക്കാൻ വീണവൻ, ഹല്ലേലൂയ, വീണവൻ എഴുന്നേറ്റ് വരാൻ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ഹല്ലേലൂയ. വീണവൻ ഒന്ന് തിരിഞ്ഞാൽ മതി. ഇങ്ങോട്ട് വീണവൻ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ സംഭവം ഓക്കെയാ. നമ്മൾക്ക് അത്രയ്ക്ക് ദയാലുവാ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അമ്മൻ അത്രയ്ക്ക് ദയുള്ളവനാ നമ്മുടെ കർത്താവ്. അമ്മൻ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഈ കർത്താവിൻ്റെ മുഖത്തേക്ക് അമ്മൻ പത്രോസ് ഒന്ന് നോക്കി. പത്രോസ്, ഞാൻ ചിന്തിക്കുന്നു, അവിടെ കിടന്ന് തലകുത്തനെ മറിഞ്ഞ് അമ്മ യേശുവിനെ അമ്മ ഒറ്റുകൊടുത്തിട്ട് അമ്മ പത്രോസ് വീട്ടിനകത്ത് എന്താണെന്ന് കരഞ്ഞ് നിലവിളിച്ച് അമ്മ കണ്ണുനീരൊഴുക്കിയപ്പോൾ തമ്പുരാൻ്റെ മനസ്സലിഞ്ഞു. ഹല്ലേലൂയ. അമ്മ നോക്കണമേ, ഇന്നലകളിൽ ഉണ്ടായിരുന്നതിൻ്റെ അപ്പുറത്തെ സ്നേഹം യേശുവിനോട് അവൻ പ്രകടിപ്പിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു കണക്ഷൻ അറ്റു എന്ന് വെച്ച് അവനെ എന്നേക്കുമായി തള്ളിക്കളയുന്നവനല്ല കർത്താവ്. ഹല്ലേലൂയ. അവൻ നമ്മളാണെങ്കിൽ ചിലപ്പോൾ തള്ളിക്കളഞ്ഞേനെ, നമ്മളാണെങ്കിൽ ചിലപ്പോൾ എടുത്ത് കളഞ്ഞേനെ. നീ വേണ്ട, പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറഞ്ഞ് എടുത്ത് കളഞ്ഞേനെ. പക്ഷെ തമ്പുരാൻ തള്ളിക്കളഞ്ഞില്ല കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, കണക്ഷൻ നേരിട്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. മറ്റു ശിഷ്യന്മാരിലോ മറ്റൊരിടത്ത് നമ്മുടെ കണക്ഷൻ വേണ്ട. അവൻ ഇന്ന പക്കൽക്ക് നേരിട്ടാണെങ്കിൽ, ഹല്ലേലൂയ, അവൻ നേരിട്ടാണെങ്കിൽ ഞാൻ പറയാം, വരുന്നത് പോകുന്നതുമൊന്നും മറ്റാരും അറിയത്തില്ല. ഹല്ലേലൂയ. അവൻ വരുന്നത് പോകുന്നതുമൊന്നും മറ്റാരും അറിയത്തില്ല. ഈ വരുന്നത് പോകുന്നത് മറ്റാരെങ്കിലും ഒക്കെ അറിയാൻ വേണ്ടി വരുന്നവരാണ് കുഴപ്പമാകുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്തോ ദൈവം ഭയങ്കര വെളിപ്പാടുകൾ കൈമാറിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഈ വരുന്നത് പോകുന്നതുമൊക്കെ നമ്മൾ കൂടെ വന്ന 5 പേര് അറിയണം. അങ്ങനെ പറയുന്നത് ആ കുഴപ്പം. മറ്റേ കണക്ഷൻ നേരിട്ടാണെങ്കിലുണ്ടല്ലോ, നമ്മൾ വരുന്നതും പോകുന്നതും ഒന്നും ആരും അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ? നമ്മൾ ഇവിടെ ആരെയും കാണാനല്ലോ വരുന്നേ. ഇവിടെ ആരെങ്കിലും കാണാനാണ് നിങ്ങൾ വരുന്നേ? ഇവിടെ കാണാമെന്ന് ഇവിടെ കണ്ടിട്ട് പോകാം. 60-70 വയസ്സ് കഴിയുമ്പോൾ ഇവിടെ അങ്ങ് തീരും. പക്ഷേ ആ തമ്പുരാനെ കാണാനാണ് വരുന്നതെങ്കിൽ ഇവിടെ തീർന്നാലും നമ്മൾ അങ്ങ് പോകും. ഹല്ലേലൂയ. അതാണ് അവിടവുമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അവൻ ഇന്ന് പകൽക്കാൻ ഞാൻ പറയട്ടെ, പത്രോസ് ലോകത്തെ കാണിക്കാൻ എൻ്റെ മുമ്പിൽ ഒരു സ്നേഹമില്ല. ഹല്ലേലൂയ. ലോകത്തെ കാണിക്കാൻ എൻ്റെ മുമ്പിൽ ഒരു സ്നേഹമില്ല. പാസ്റ്ററുടെ മുമ്പിൽ ആളാകാൻ എൻ്റെ മുമ്പിൽ ഒരു സ്നേഹമില്ല. ഹല്ലേലൂയ. അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ വലിയ ആളാകാൻ എനിക്ക് വേണമെന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ പള്ളിയിൽ ഞാൻ ചെറിയ ആളായിരുന്നാൽ മതി, പക്ഷെ ഉയരത്തിൽ നീ വലിയവനാകും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അമ്മ പദവിയോ അമ്മ പ്രശസ്തിയോ അമ്മ സ്റ്റേജോ ഒന്നും കയ്യിലില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഏറ്റവും നല്ലത് എന്താണെന്ന് അറിയാമോ? അമ്മ തൂത്തു തുടച്ചുകൊണ്ട് നടക്കണം. ഹല്ലേലൂയ. എത്ര പേർക്ക് ചങ്കൂറ്റമുണ്ട് ചെയ്യുവാൻ? ഞാൻ അതും കൂടെ പറഞ്ഞിട്ട് പോവും. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ ചെയ്യുന്നവനാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇരിക്കുന്ന ആലയത്തിനകത്ത് ഞാൻ എവിടെ ഇരുന്നാലും, ഹല്ലേലൂയ, ഇന്ന് വരെ എൻ്റെ ചരിത്രം നോക്കിയാൽ എനിക്ക് പറയാൻ കഴിയും, ഒറ്റ എണ്ണം തൂത്തില്ലെങ്കിൽ, എൻ്റെ സഭയ്ക്കകത്ത് ഒരു വിശ്വാസി ചെയ്തില്ലെങ്കിൽ ഞാനത് ചെയ്തിരിക്കും. ഹല്ലേലൂയ. ഞാനത് ചെയ്തിരിക്കും. ഞാൻ ചെയ്താലേ എനിക്കത് തൃപ്തിയാകത്തുള്ളൂ, എങ്കിലേ എനിക്ക് ആരാധിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇതിനകത്ത് എത്ര പേർക്ക് അമ്മ കഴിയും അങ്ങനെ? സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഉള്ളവനായിരിക്കണം അമ്മ ശുശ്രൂഷ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. അല്ലാതെ സ്തോത്രം. ഹല്ലേലൂയ. അമ്മ സ്തോത്രം. അമ്മ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങൾക്ക് കേൾക്കണോ? അമ്മ രാജാക്കാടിലെ അമ്മ സ്തോത്രം ഏറ്റ അമ്മ ഞാൻ ആദ്യമായിട്ടാണ് ചെന്നവിടെ പെട്ടത്. ഹല്ലേലൂയ. അമ്മ സ്തോത്രം. 6-7 മാസമേ ആയിട്ടുള്ളൂ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, എൻ്റെ ഒപ്പം നിൽക്കുവാൻ, ഹല്ലേലൂയ, ഇന്നവിടെ ഒത്തിരി തലമുറകൾ എഴുന്നേറ്റോ. അമ്മൻ അവർ പള്ളിയിലകത്ത് ചിലപ്പോൾ വന്നില്ലായിരിക്കാം, പക്ഷേ അവരുണ്ടല്ലോ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ അമ്മൻ അവർ എൻ്റെ ഒപ്പമുണ്ടാകും. മകൻ കാരണം എന്താണെന്ന് അറിയാമോ?
ഞാൻ പുറകിൽ നിൽക്കുന്നത് കൊണ്ടല്ല, ഞാൻ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ടാ. 21 ദിവസത്തെ ഉപവാസത്തിൻ്റെ ഇടയിൽ 16 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പോയി ഫ്ലക്സ് വയ്ക്കാൻ മുമ്പിൽ നിന്നു. ഹല്ലേലൂയ. അവന്മാർക്ക് വരാതിരിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. വയസ്സായ അപ്പച്ചന്മാർ വരെ ചാടി വണ്ടി കയറി. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? മുമ്പിൽ നിൽക്കാൻ ഒരുവനുണ്ട്. കൂടെ എല്ലാം വരും. ഹല്ലേലൂയ. എനിക്കത് ഉറപ്പാ. അത് ചെയ്തു വന്നവനാ ഞാൻ. അതുകൊണ്ട് എനിക്ക് എവിടെയും ചെയ്യാം, എന്തും ചെയ്യുവാൻ മടിയില്ല. ദൈവരാജ്യത്തിന് വേണ്ടി എന്തും ചെയ്യുവോ കഴിവുള്ള തൊന്നേടമുള്ളവനായിരിക്കട്ടെ ദൈവജനം. പ്രൈസ് ദി ലോർഡ്. കസേര എടുത്തിടാനോ നെല്ല് നീ. ഹല്ലേലൂയ. എന്തിനും വേണ്ടി നെല്ല്. അങ്ങനെ ചെയ്തു വന്നവനാ ഞാൻ, അങ്ങനെ ചെയ്തു വളർന്നവനാ ഞാൻ. കാറ്റാടി കഴയെടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെയുള്ള പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. കാറ്റാടി കഴയെടുത്തുകൊണ്ട് ഇവിടെ കൂടെ അങ്ങ് താഴേറ്റം വരെ നടന്നവനാ. കുന്നുകൾ പലതും ചവിട്ടിയാനാ. 10-12 ആലയത്തിൻ്റെ പണി ഞാൻ കൂടെ നിന്ന് ചെയ്തതാ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒന്നുമല്ലെങ്കിൽ ഞാൻ പറയും, ഇതിൻ്റെ ഈ ആലയത്തിൻ്റെ പല കല്ലുകൾ ഞാനും തലയിലെടുത്ത് ചുമന്ന് പൊക്കി കൊടുത്തവനാ. എന്തേ എനിക്കും വേണമെങ്കിൽ കസേരയിട്ട് കയറിയിരിക്കാമായിരുന്നു. എന്തേ ഇരുന്നില്ല? ഇരിക്കാൻ കഴിയത്തില്ലെന്ന് ആത്മാവ് ഉള്ളിലുള്ളവൻ ഇരിക്കത്തില്ല. ഓ ആത്മാവ് ഉള്ളിലുള്ളവൻ ഇരിക്കത്തില്ല. അവൻ ഏത് സാഹചര്യത്തിലും അവനത് പ്രശ്നമല്ല. നിന്റെ പേരോ നിന്റെ പദവിയോ നിന്റെ പ്രശസ്തിയോ എന്റെ ദൈവത്തിന് മാത്രമായിരിക്കട്ടെ മുൻതൂക്കം. ഈ ലോകത്തിൻ്റെ ഒരു ശിഷ്യന്മാരുമല്ല, കൂടെയുള്ള 10 പേർ. ഹല്ലേലൂയ. അവൻ പറഞ്ഞു, കർത്താവേ 10 പേർ നിൽക്കുകയാണ്, പക്ഷെ ഞാൻ തള്ളി പറഞ്ഞവനാ. ഞാൻ പറയട്ടെ, എന്നെക്കാൾ യോഗ്യതയുള്ളവർ ഒത്തിരി ഉണ്ടായിരുന്നു, എന്നെക്കാൾ കഴിവുള്ളവർ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവ് എന്നെയാ തിരഞ്ഞെടുത്ത് അങ്ങോട്ട് വിട്ടെ. എങ്ങോട്ട്? ഇടുക്കിയിലോട്ട്. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാ? പ്രൈസ് ദി ലോർഡ്. ഞാൻ കർത്താവിനോട്, കർത്താവ് എന്തുകൊണ്ടാ? അതാ ദൈവത്തിന് വേണ്ടി നിന്നാലുള്ള ഗുണം. ആമേൻ. ദൈവത്തിന് വേണ്ടി നിന്നാലുള്ള ഗുണം അതാ. ഈ ലോകത്തിൽ ആരും നിങ്ങളെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കർത്താവ് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യും. കർത്താവിന് അതിലുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്യും. ഹല്ലേലൂയ. നിങ്ങളൊക്കെ അറിയണോ, ഞാൻ വച്ചത് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പണിതതൊക്കെ ഓലമേലുള്ള പള്ളികളാണ്. ഓലമേഞ്ഞ പള്ളികളായിരുന്നു, അല്ലെങ്കിൽ ഷീറ്റിട്ട പള്ളികളാണ്. പക്ഷെ വാടകയ്ക്കാണെങ്കിലും ഞാനിപ്പോൾ ഇരിക്കുന്നത് സ്തോത്രം ഇതുപോലൊരു മനോഹരമായ ആലയത്തിനകത്താണ്. എന്താണെന്നറിയാമോ? അതാണ് കർത്താവ് ഞാനും തമ്മിലുള്ള ബന്ധം. ആമേൻ. പലപ്പോഴും സ്തോത്രം എൻ്റെ കണ്ണുനീരുകളിൽ നിന്ന്, എൻ്റെ കണ്ണുകളിൽ നിന്നൊഴുകിയ കണ്ണുനീരിന് വിലയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ അതിന് വിലയില്ലായിരിക്കാം, ഈ ലോകത്തിൽ അതിന് വേണ്ട, എനിക്കത് ആഗ്രഹവുമില്ല. ഇന്ന് പകൽക്കാലം ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നേ ഉള്ളൂ, കർത്താവേ, ഞാൻ എൻ്റെ ഒരു 10-20 വയസ്സിലെങ്കിലും ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയില്ലല്ലോ. എനിക്കതൊരു മഹാഭാരമായിട്ടാണ് ഇപ്പോഴെൻ്റെ മനസ്സിൽ കിടക്കുന്നത്. കർത്താവേ, ഈ സ്നേഹത്തെ ഞാൻ ഇത്രയും താമസിച്ചാണല്ലോ അറിഞ്ഞു പോയത്. ഞാൻ എൻ്റെ സഭയിലും പറഞ്ഞിട്ടുണ്ട്. കാരണം എന്തോ അറിയാൻ ലേറ്റായിപ്പോയി. ലേറ്റായി വന്നാലും അത് ലേറ്റസ്റ്റായിട്ട് വരുമല്ലോ. ഹല്ലേലൂയ. അതിനെ ഓർത്ത് ഞാൻ കർത്താവിൻ്റെ സ്തോത്രം ചെയ്തു. ഇന്ന് പകൽക്കാൻ ഞാൻ പറയട്ടെ, ഇപ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ ഈ ലോകത്തെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ആരും വരരുത്. ആമേൻ. ഈ ലോകത്തിലെ പേരിനോ പ്രശസ്തിക്കോ പദവിക്കോ അതിനോ ഇതിനോ ഒന്നിനുമായിട്ട് നിങ്ങൾ കടന്നു വരരുത്. പിന്നെയോ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി വാ. കർത്താവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി വാ. അപ്പോൾ നിങ്ങൾ ഇവിടെ ആരും കാണത്തില്ല, ഇവിടെ ആരും അറിയത്തില്ല. അങ്ങനെയുള്ള ഒരു ശിഷ്യനാണെങ്കിൽ ഞാൻ പറയാം, അന്ത്യത്തോളവും നിങ്ങൾ നിലനിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ത്യത്തോളവും നിങ്ങൾ നിലനിൽക്കും. അല്ല എങ്കിൽ ചിലപ്പോൾ കണക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ബന്ധങ്ങൾ മാറിപ്പോകും, വഴികൾ തെറ്റിപ്പോകും, റൂട്ടുകൾ തെറ്റിപ്പോകും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ മിണ്ടരുത്, പറയരുത്, ചിരിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. സ്തോത്രം. എല്ലാം വേണം, എല്ലാം നല്ലതാ, ബന്ധങ്ങൾ നല്ലതാ. പക്ഷേ ആത്മീയ ബന്ധത്തിനകത്ത് മാത്രം മറ്റുള്ള കണക്ഷനൊന്നും വയ്ക്കാതിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും നല്ലതാ.
ഈ ലോകത്തിൻ്റെ ചിന്തകളോ ലോകം പഠിപ്പിക്കുന്ന സ്തോത്രം ആത്മീക ചിന്തകളിലേക്ക്, തെറ്റായ ചിന്തകളിലേക്ക് നിങ്ങൾ കടന്നു പോകാത്ത സ്വർഗവുമായി നേരിട്ടൊരു കണക്ഷൻ മാത്രം വയ്ക്കുക. ആ ഒരു കണക്ഷൻ നമുക്കുണ്ടെങ്കിൽ വഴി തെറ്റി പോവുകയില്ല. കർത്താവിൻ്റെ അടുക്കലേക്ക് നേരിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ടാകും. പ്രീസ് നോക്കണമേ, പത്രോസിൻ്റെ ജീവിതം. പത്രോസിൻ്റെ കൂടെയുള്ളവർ പറയും, എന്തു പറയും? എടാ നീ 3 പ്രാവശ്യം യേശുവിനെ തള്ളി പറഞ്ഞവനല്ലേ? കൂടെയുള്ളവർ പറഞ്ഞു. പക്ഷേ കർത്താവിനറിയാം ഇവൻ്റെ മനസ്സ്. ഹല്ലേലൂയ. ഇവൻ തള്ളിപ്പറഞ്ഞു, ഒരിക്കൽ തള്ളിപ്പറഞ്ഞു. പക്ഷേ ഇവൻ തിരിഞ്ഞ കാര്യം പുറത്താർക്കും അറിയത്തില്ല. തിരിഞ്ഞ കാര്യം ആർക്കേ അറിയാവൂ? കർത്താവിന് മാത്രമേ അറിയാവൂ. ഹല്ലേലൂയ. കർത്താവ് കൂടെയുള്ള 10 പേര് മാറ്റി നിർത്തിയിട്ട് പത്രോസിനെ വിളിച്ചിട്ട് പറഞ്ഞു, പത്രോസേ, നീ ഇവരെക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നുവോ? കാരണം ഞാൻ പറയാം, പത്രോസിന് അറിയാം പത്രോസിനെ സ്നേഹിക്കുന്നുണ്ട്. യോഹന്നാനേക്കാൾ അധികം, മറ്റുള്ള ശിഷ്യന്മാരെക്കാൾ അധികം പത്രോസ് എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ യേശു കർത്താവ് പത്രോസിനോട് 3 തവണ ചോദിച്ചു, പത്രോസേ, ഇവരെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഒരു നല്ല ശിഷ്യനായി തീർന്ന പത്രോസ് പറഞ്ഞു, കർത്താവേ, അങ്ങയ്ക്ക് അത് അറിയാമല്ലോ, അങ്ങയ്ക്ക് എന്നോട് പ്രിയമുണ്ട്, എനിക്ക് അങ്ങയോട് പ്രിയമുണ്ടെന്ന് കർത്താവ് അറിയുന്നുവല്ലോ. അവരെ നോക്കി കർത്താവ് പറഞ്ഞൊരു മറുപടിയുണ്ട്. പത്രോസേ, ഈ കൂടെ നിൽക്കുന്ന 10 പേർക്ക് കൊടുക്കാത്ത ഒന്ന് ഞാൻ നിന്റെ കയ്യിലേക്ക് തരികയാ. എന്താ? പത്രോസേ, നീ എന്റെ ആടുകളെ മേയ്ക്ക. കൂടെയുള്ള 10 പേർ നോക്കി നിൽക്കുമ്പോൾ, കൂടെയുള്ള സകല ശിഷ്യന്മാർ നോക്കി നിൽക്കുമ്പോൾ, നോക്കണമേ, 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിന്റെ അടുക്കലേക്ക് യേശു കർത്താവ് കൈമാറുകയാ. നീ എന്റെ ആടുകളെ മേയ്ക്കോ. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും ദൈവസ്ഥ എഴുന്നേറ്റ് നിൽക്കാമോ? ഇന്ന് പകൽക്കാലം സ്നേഹിച്ചവൻ്റെ കയ്യിലേക്ക് യേശു കർത്താവ് ആടുകളെ കൊടുത്തു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം. എന്തും ചെയ്യാൻ തയ്യാറുള്ള ഒരു ജീവിതം. ലോകത്തിലെ ഏത് കാര്യങ്ങളും ചെയ്യുവാൻ, താഴേക്കിടയിൽ കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ പ്രൈസ് ദി ലോർഡ് മുൻതൂക്കം കാണിക്കുന്നവരാകട്ടെ നമ്മൾ. മുൻതൂക്കം കാണിക്കുന്നവരാകട്ടെ നമ്മൾ. വെള്ള ഉടുപ്പിട്ടത് കൊണ്ടോ, സ്റ്റേജിൽ കയറി നിന്നത് കൊണ്ടോ, അല്ലെങ്കിൽ മറ്റു പലരുടെ മുമ്പിൽ, ആൾക്കാരുടെ മുമ്പിൽ പേരെടുത്തത് കൊണ്ടോ നമുക്കൊന്നും നേടുവാനില്ല. ഒരു നല്ല ശിഷ്യനെന്ന പദവിക്കപ്പുറം നമുക്ക് മറ്റൊന്നും വേണ്ട. ഒരു നല്ല ശിഷ്യനും നല്ല ശിഷ്യയുമായി ഇന്ന് പകൽക്കാലം മാറട്ടെ. ഇന്ന് പകൽക്കാലം ആ ഒരു നല്ല ശിഷ്യനായി മാറിയാൽ എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി മാറ്റി വച്ചിരിക്കുന്ന ഒരു പദവിയുണ്ട്. പ്രൈസ് ഗോഡ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി മാറ്റി വച്ചിരിക്കുന്ന ഒരു പദവിയുണ്ട്. ഇന്ന് പകൽക്കാലം അതിലേക്ക് കർത്താവ് നിങ്ങളെ സ്വാഗതം ചെയ്യും. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ ഒരു നല്ല ശിഷ്യനായി, യേശുവിൻ്റെ ഒരു നല്ല മകനായി, യേശുവിൻ്റെ ഒരു നല്ല മകളായി തീരുവാൻ സ്വർഗം നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ ഒരു തികഞ്ഞ ഒരു ആത്മമണ്ഡലത്തിലേക്ക് ഒന്ന് കയറി വരട്ടെ. ഇന്ന് പകൽക്കാലം എല്ലാ ദൈവജനമാധാരങ്ങളെ തുറന്ന് എല്ലാ അശുദ്ധികൾ മാറട്ടെ, എല്ലാ അശുദ്ധികൾ മാറട്ടെ, എല്ലാ അശുദ്ധികൾ മാറട്ടെ, എല്ലാ അശുദ്ധികൾ മാറട്ടെ. ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയങ്ങളെ പൂർണ്ണമായി ഒന്ന് വിട്ടുകൊടുത്തുകൊണ്ട് അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എന്നശുദ്ധിയെല്ലാം ഓ ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എന്നശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എന്നശുദ്ധിയെല്ലാം ഓ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. കർത്താവേ, അഗ്നിയെ
തിളങ്ങുന്ന ഇന്ന് പകൽക്കാലം ഒരു നല്ല ശിഷ്യനും നല്ല ശിഷ്യയുമായി തീരുവാൻ ആശു എല്ലാം ചാരം കേട്ട് ഞാൻ തിളങ്ങുന്ന മുത്ത തീരുമാനത്തോടെ എന്നെ ശുദ്ധിയെല്ലാം കർത്താവ്, ഞാൻ പലവട്ടം യേശുവിനെ വിട്ട് മാറിപ്പോയി. ഞാൻ പലവട്ടം യേശുവിനെ അറിയത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും യേശുവിനെ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പലതുമൊക്കെ മാറ്റിവെച്ചത്. പക്ഷേ ഇന്ന് പകൽക്കാലം തിരിയുവാൻ നിനക്ക് സാഹചര്യമുണ്ട്. ലോകത്തിനകത്ത് ഒരിക്കൽ വീണുപോയെന്ന് പറഞ്ഞ്, ഒരിക്കൽ തള്ളിപ്പോയെന്ന് പറഞ്ഞ് നീ തകർന്നു പോകത്തില്ല. എൻ്റെ ദൈവത്തിനെ വെറുതെ വിടത്തില്ല. ഇന്ന് പകൽ മടങ്ങി വരുവാൻ തയ്യാറാണെങ്കിൽ ദൈവം നിന്നെ സ്വീകരിക്കുവാൻ അവൻ ഇന്നലെ തയ്യാറാ. ഇന്ന് പകൽക്കാലം മടങ്ങി പോ. എന്ന ശുദ്ധിയെല്ലാം ചാരമാകട്ടെ, അത് ചാരമാകട്ടെ. ഇനിമേൽ അത് എടുക്കണ്ട. ഇനിമേൽ അശുദ്ധികളൊന്നും എടുക്കണ്ട. ദൈവസന്നിധിയിൽ വീണ് പോയത്, ദൈവസന്നിധിയിൽ വീഴ്ത്തിക്കളഞ്ഞ പാപങ്ങൾ, കുറവുകളെല്ലാം ഇന്ന് പകലൊന്ന് കളഞ്ഞാട്ടെ. അതിനി ഒരു ചാരമായി മാറട്ടെ. ചാരത്തിനൊരു പ്രത്യേകതയുണ്ട്. ചാരത്തെ നമുക്ക് എടുക്കുവാൻ കഴിയത്തില്ല. അവൻ വിട്ടേച്ചു വരുവാനല്ല കർത്താവ് പറയുന്നത്. അശുദ്ധിയെല്ലാം ചാരമായി മാറട്ടെ, അത് എരിഞ്ഞു മാറട്ടെ. അശുദ്ധികളെല്ലാം എരിഞ്ഞു മാറട്ടെ, അശുദ്ധികളെല്ലാം മാറിപ്പോകട്ടെ. എന്ന ശുദ്ധിയെല്ലാം ചാരം ഞാൻ തിളങ്ങുന്ന ഒരു നല്ല ശിഷ്യനായി, ഒരു നല്ല ശിഷ്യയായി മാറുക. ഇന്ന് പകൽക്കാൽ സ്വർഗം നിങ്ങളെ സ്വാഗതം ചെയ്യുക. പത്രോസിനെ പോലെ അവൻ ചങ്കൂറ്റത്തോടെ എഴുന്നേറ്റ് നിന്ന് അവൻ സ്വതന്ത്രമല്ല പറയുക. ഇന്ന് പകൽക്കാലം കഴിയട്ടെ. ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് അങ്ങ് അറിയുന്നുവല്ലോ, അങ്ങ് അറിയുന്നുവല്ലോ, ദൈവം അറിയുന്നുവല്ലോ. ഇന്ന് പകൽക്കാലം പറ, കർത്താവേ അങ്ങ് കാണുന്നുവല്ലോ എന്ന് പറയുവാനല്ല, ദൈവം അറിയുന്നുവല്ലോ. ദൈവം അറിയുന്ന, ദൈവം അറിഞ്ഞ ഒരു ശിഷ്യനായി, ഒരു ശിഷ്യയായി ഇന്ന് രാവിലെ നീയും ഞാനും മാറട്ടെ. അശുദ്ധിയെല്ലാം ചാരം ഗുരു ശരരാര അശുദ്ധിയെല്ലാം ഹല്ലേലൂയ. ഞാൻ തിളങ്ങുന്ന ഇന്ന് പകൽക്കാലം ചോദിക്കട്ടെ. യേശു പത്രോസിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. പത്രോസേ, ഇവരെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇവരെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുവോ? അങ്ങനെ ചോദിച്ച പത്രോസിനോട് പത്രോസ് യേശുവിനോട്, കർത്താവേ നീ അറിയുന്നോ, അതുകൊണ്ട് എന്താ ഗുണം എനിക്ക്? ഇന്ന് പകൽക്കാലം പത്രോസ് അങ്ങനെ ചോദിക്കുമ്പോൾ നോക്കണമേ, പത്രോസിനോട് യേശു എടാ പത്രോസേ, നീ എന്നെ 3 വട്ടം തള്ളി പറഞ്ഞോ, പക്ഷെ നീ ഇപ്പൊ തിരിഞ്ഞു വന്നില്ലേ. ഇനി ഞാൻ നിനക്കൊന്ന് തരാൻ പോവുകയല്ല. എന്താ കർത്താവേ തരാനുള്ളത്? നീ എൻ്റെ ആടുകളെ മേയ്ക്ക. ഇത് പറയുമ്പോൾ പത്രോസ് ആരെയും മേയ്ക്കുന്നില്ല. ചില നാളുകൾ മുന്നോട്ട് കഴിഞ്ഞു. യേശു കർത്താവ് ഈ ഭൂമിയിൽ നിന്നും മുകളിലോട്ട് കടന്നുപോയി. സ്വർഗാരോഹണം ചെയ്തു. തീർന്നില്ല. 120 പേർ മാളിക മുറിക്കകത്ത് കൂടിയിരിക്കുമ്പോൾ പത്രോസിന്റെ മേൽ അല്ലെങ്കിൽ 120 പേരുടെ മേൽ ഉയരത്തിൽ നിന്ന് ഒരു അഭിഷേകം കടന്നു വന്നു. അതിനകത്ത് ഞാൻ പറയാം 120 പേരുണ്ടായിരുന്നു. 119 പേർ എണീക്കുവാൻ കഴിയാതെ ഇരുന്നപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്നു. ഒറ്റ പ്രസംഗം പ്രസംഗിച്ചു. അവനെ ദൈവം ഉപയോഗിച്ചു. 3000 പേർ. ദൈവരാജ്യത്തിന്റെ താക്കോൽ അവന്റെ ജീവിതത്തിനകത്ത് ദൈവം കൈമാറി. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കൈമാറാ. ദൈവരാജ്യത്തിന്റെ താക്കോൽ അവൻ കൈമാറുന്നത് ചങ്കുറപ്പുള്ള പത്രോസിന്റെ മേല. പത്രോസിന്റെ മേല ചങ്കൂറ്റത്തോടെ പറയാൻ കഴിയുമോ? ഞാനും യേശുവിന്റെ ശിഷ്യനാ, നീയും യേശുവിന്റെ ശിഷ്യനാ. എടാ, നീ യേശുവിന്റെ ശിഷ്യനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവ രാജ്യത്തിന്റെ താക്കോൽ നിന്റെ മേൽ കൈമാറ്. വചനം വിളിച്ചു പറയുന്നു, പാതാള ഗോപുരങ്ങൾ അതിനെ തകർക്കുകയില്ല, ഒരു ശത്രുവിന് അതിനെ പിടിച്ചു വയ്ക്കുവാൻ കഴിയുകയില്ല. പത്രോസേ, ഈ കല്ലിന്മേൽ ഞാൻ എന്റെ സഭ പണിയും. നിന്നെ എവിടെ കൊണ്ടിട്ടാലും നിന്നെ പണിയും.
നീ എവിടെ പോയാലും പണി, നീ എവിടെ എണീറ്റ് നിന്നാലും ദൈവരാജ്യത്തിൻ്റെ താക്കോൽ ഉള്ളവൻ തുറക്കും. ദൈവരാജ്യത്തിൻ്റെ താക്കോൽ കയ്യിലുള്ളവൻ തുറക്കും. നിന്നെ എവിടെ കൊണ്ടിട്ടാലും നീ തുറക്കും. കാരണം താക്കോൽ നിന്റെ കൈ ദൈവം തന്നേക്കില്ലേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, പലപ്പോഴും ഞാൻ വീണുപോയതാ, തകർന്നു പോയതാ, എന്നിട്ടും കർത്താവിനെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അറിഞ്ഞിട്ടും പലപ്പോഴും ഞാൻ വീണു, പുറമാന്യത കാണിച്ചു, അകത്ത് ഞാൻ അറിയാത്ത ലോക ജീവിതങ്ങൾ, അല്ലെങ്കിൽ ദൈവത്തിന് ഹിതമില്ലാത്ത ജീവിതങ്ങൾ. പക്ഷേ ദൈവം എന്നെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്നെ സ്നേഹിച്ചു. കർത്താവിനെ സ്നേഹിച്ചത് കൊണ്ടാണ് പത്രോസിനെ പോലെ ഇന്ന് പകൽ ദൈവരാജ്യത്തിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലും കർത്താവ് തന്നത്. വിലപ്പെട്ട രണ്ടുപേരെ സ്നാനപ്പെടുത്തുവാൻ അല്ലെങ്കിൽ സ്നാനത്തിലേക്ക് നയിക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. രാജാക്കാടിനകത്ത്, ഇടുക്കിയിലെ രാജാക്കാടിനകത്ത് 2024 തന്നെ സ്നാനപ്പെടുത്തുവാൻ അല്ലെങ്കിൽ സ്നാനത്തിന് വേണ്ടി ഒരുക്കുവാൻ സ്വർഗം എന്നെ സഹായിച്ചു. 30-35 പേരെ ആലയത്തിനകത്ത് കർത്താവ് എനിക്ക് വേണ്ടി തന്നു. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ എന്താ അതിന് കാരണമെന്നറിയാമോ? ഞാനൊരു പാപിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പാപിയായിരുന്നിട്ട് കർത്താവിനെ സ്നേഹിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. ഹല്ലേലൂയ. കർത്താവിനോട് നിൽക്കാൻ കൈ കൊടുക്കുന്നവർ അങ്ങനെ കൊടുക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഒരു ചങ്കൂറ്റത്തോടെ കൈ കൊടുക്കുന്നവരാകട്ടെ നാം നിങ്ങൾ ഓരോരുത്തരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അല്ലാതെ നിൽക്കുന്നവരെ അല്ല കർത്താവിന് ആവശ്യം. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് വെല്ലുവിളിച്ച് പറയുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ കൊടുക്കുന്ന ഒരു തലമുറ ഇതിനകത്ത് എഴുന്നേൽക്കണം. ഹല്ലേലൂയ. അങ്ങനെ കൈ കൊടുക്കുന്ന ഒരു തലമുറ ഇതിനകത്ത് എഴുന്നേൽക്കണം. അങ്ങനെ കൈ കൊടുക്കുന്ന ഒരു തലമുറ ആർക്ക് വേണ്ടി? കർത്താവിന് വേണ്ടി. ഹല്ലേലൂയ. അവൻ പത്രോസിനെ എന്താ തിരഞ്ഞെടുത്തതിന് കാരണം? പത്രോസ് ഇത്തിരി എടുത്തുചാട്ടക്കാരനാ. പത്രോസ് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ചാടി ഇറങ്ങുന്നവനാ. യേശുവിനെ പിടിക്കാൻ വന്നപ്പോൾ മഹാപുരോഹിതന്റെ ദാസന്റെ കാതർ ചാടി ഇറങ്ങി എല്ലാത്തിനും മുൻപന്തിയിലായി അവൻ. എന്നിട്ട് അവൻ പാപിയായിരുന്നിട്ടും ദൈവം അവനെ തന്നെ വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാൻ ഞാൻ ഇവിടെ ചാടി ഇറങ്ങുന്നവൻ ചിലപ്പോൾ ചില വേണ്ടാതെ നിങ്ങളെ കാണിക്കുവാൻ, പക്ഷേ താക്കോൽ കൊടുക്കുന്നത് തമ്പുരാൻ്റെ ഇഷ്ടമാണ്. ഹല്ലേലൂയ. അത് നിങ്ങൾ പറയുന്നവരുടെ കടികളല്ല കൊടുക്കുന്നത്, അത് നിങ്ങൾ കാണിക്കുന്നവരുടെ അടുക്കലേക്കല്ല, അത് ഞാനെന്ന് പറയുന്നവരുടെ അടുക്കലല്ല കർത്താവ് കൊടുത്തത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, പേരോ പ്രശസ്തിയോ അതോ ഇതോ സോദരം, ഹല്ലേലൂയ, പെരുമയോ പാരമ്പര്യമോ പറയുന്നവന്റെ കയ്യിലേക്കല്ല കർത്താവ് താക്കോൽ കൊടുത്തത്. പിന്നെയോ കർത്താവിനെ തള്ളി പറഞ്ഞ പത്രോസിന്റെ കയ്യിൽ ദൈവ താക്കോൽ കൊടുത്തു. എന്താ കാരണം? അവൻ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരിക്കലും അവൻ തള്ളി പറയേണ്ട സാഹചര്യം അവൻ്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നു, പക്ഷേ അവൻ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് യേശു മറ്റാർക്കും കൊടുക്കാത്ത, എൻ്റെ കൂടെയുള്ള 11 പേർക്ക് കൊടുക്കാത്ത, തൻ്റെ ഒപ്പമുണ്ടായിരുന്ന ബാക്കി ശിഷ്യന്മാർക്ക് ആർക്കും കൊടുക്കാത്ത ഒന്ന് ദൈവം ഈ ലോകത്തിൽ ആദ്യ ദൈവരാജ്യത്തിന്റെ താക്കോൽ കൈമാറിയത് പത്രോസിനായിരുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ മക്കളെ, താക്കോൽ കൈമാറുന്നെങ്കിൽ ഇന്ന് പകലത് നിങ്ങളിലേക്കാ, അത് നിങ്ങൾ ഓരോരുത്തരിലേക്കാ. ഒരു നല്ല ശിഷ്യനായി, ഒരു നല്ല മകളായി, ഒരു ദൈവത്തിന്റെ നല്ല കുഞ്ഞായി മാറുക ഇന്ന് പകൽ സ്വർഗം നിങ്ങളെ ആഹ്വാനം ചെയ്യുകയോ.